Okay. So, നമ്മള് നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന് ആദ്യം നോക്കാം. ഓക്കെ. സോ ഇതിൽ preamble, goal of this course is to expose the students to the fundamental concepts of mechanics and enhance their problem solving skills. It introduces students to the influence of applied force system and the geometrical properties of the rigid bodies while stationary or in motion. അതായത് ഈ സബ്ജക്റ്റിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഇൻഫ്ലുവൻസ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, അതായത് ഒരു ബോഡിയിൽ, ഒരു റിജിഡ് ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിനുണ്ടാവുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ ആ ഫോഴ്സ് മൂലം എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. സോ ദിസ് introduces students to the influence of applied force system and the geometrical properties of the rigid bodies. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയും. ദെൻ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അതിൽ ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് എന്നുമുണ്ട്, മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ് എന്നുമുണ്ട്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോമേഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യും, അതിനെയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഡീഫോമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത് എന്താണ്? റിജിഡ് ബോഡീസ് ആണ്. ഡീഫോമേഷൻ എന്താണ്? ഡീഫോമേഷൻ വളരെ സ്മോൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദി റിജിഡ് ബോഡീസ്. അപ്പൊ നമ്മുടെ മെക്കാനിക്സിൽ അപ്ലൈഡ് ഫോഴ്സ് സിസ്റ്റം ആൻഡ് geometrical properties of the rigid bodies while stationary or in motion. അതായത് ഒന്നുകിൽ സ്റ്റേഷനറി അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ മോഷനിലായിരിക്കും. അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന കാര്യം. അതായത് ഞാൻ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. റിജിഡ് ബോഡീസ്, ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെസ്റ്റിലാണോ മോഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിനുണ്ടാവുന്ന കാര്യങ്ങൾ. ദാറ്റ് ഈസ് ദി നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ അതാണ് ഡീൽ ചെയ്യുന്നത്. ആഫ്റ്റർ ദിസ് കോഴ്സ് സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് സിമിലർ പ്രോബ്ലംസ് ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻസ് ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. അതായത് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന ഉടനെ യു വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് സിമിലർ പ്രോബ്ലംസ് ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻസ് ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. ഓക്കെ. സോ ദാറ്റ് വാസ് ദി ഇൻട്രൊഡക്ഷൻ. ദെൻ ഇതെന്താണ് കോഴ്സ് ഔട്ട്കം. അതായത് ഇപ്പം നമ്മൾ ഏത് സബ്ജക്ട് പഠിച്ചാലും അതിനെന്തുകൊണ്ട് ഒരു ഔട്ട്കം ഉണ്ട്. ഔട്ട്കം, ഒരു കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഔട്ട്കം ഉണ്ട്, കോഴ്സ് ഔട്ട്കം. ഓക്കെ. സോ കോഴ്സ് ഔട്ട്കം 1, 2, 3, 4, 5 കണ്ടില്ലേ, ഓരോ ഔട്ട്കംസ് ആണ്. നിങ്ങളിൽ നിന്ന് ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ദ സ്റ്റുഡന്റ് വിൽ ബി ഏബിൾ ടു, അതായത് ഞാൻ ഈ കോഴ്സ് നിങ്ങളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു റീകോൾ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറംസ് റിലേറ്റഡ് ടു റിജിഡ് ബോഡി മെക്കാനിക്സ്. ദെൻ ഐഡന്റിഫൈ ആൻഡ് ഡിസ്ക്രൈബ് ദ കോമ്പണൻസ് ഓഫ് system of forces acting on the rigid body. Then apply the conditions of equilibrium conditions apply ചെയ്യണം. Then various practical problems involving different force system. Appropriate ആയിട്ടുള്ള പല തരത്തിലുള്ള തിയറംസ് ഉണ്ട്. അപ്രോപ്രിയേറ്റ് തിയറംസ് ചൂസ് ചെയ്യണം. പ്രിൻസിപ്പിൾസ്, ഫോർമുല ടു സോൾവ് പ്രോബ്ലംസ് ഓഫ് മെക്കാനിക്സിലെ പല പ്രോബ്ലംസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തിയറംസ്, ഫോർമുല ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോൾവ് പ്രോബ്ലംസ് ഇൻവോൾവിംഗ് rigid bodies, the properties of distributed areas and masses. Okay, ഇതൊക്കെ ഞാൻ ആ സമയത്ത് വരുന്ന സമയത്ത് പറയാം. അപ്പോൾ ഈ ഔട്ട്കംസ് ഓർത്തിരിക്കുക, കോഴ്സ് ഔട്ട്കം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്റ്റർ ദിസ് കോഴ്സ് യു വിൽ ബി ഏബിൾ ടു recall the principles and theorems of rigid body mechanics, identify and describe the components of system of forces acting on the rigid body, equilibrium conditions apply ചെയ്യണം, various practical problems, then appropriate theorems, formulae, solve problems of mechanics, etc. Then ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാമല്ലോ. 150 കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, 50 മാർക്സ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ 100 മാർക്സ്. നമ്മുടെ ഗ്രാഫിക്സ് പോലെ തന്നെ 3 hour ഡ്യൂറേഷൻ. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ 100 മാർക്സ്. ഇന്റേണൽ എത്രയാണ്? 50 മാർക്സ്. പിന്നെ
ഇതിന്റെ സിലബസിലോട്ട് നമുക്ക് പോവാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ സിലബസ് എടുത്ത് നോക്കുക കേട്ടല്ലോ. നിങ്ങൾ മെക്കാനിക്സിന്റെ സിലബസ് എടുത്ത് നോക്കുക. കോഡ് എന്താണ്? EST 100. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ കോഡ് EST 100. അപ്പോൾ അതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാർട്ട് എ, പാർട്ട് ബി. ഓക്കെ, സോ ദിസ് ഈസ് അവർ സിലബസ്. ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, മോഡ്യൂൾ 1 നോക്കുക. മോഡ്യൂൾ 1ൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഓക്കെ, എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്? മോഡ്യൂൾ 1. സോ ഞാൻ ഇന്ന് മോഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സ്റ്റാറ്റിക്സ്. എന്താണ് സ്റ്റാറ്റിക്സ്? സ്റ്റാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്, കൈനറ്റിക്സ് ഉണ്ട്, കൈനമാറ്റിക്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയാം എന്താന്നുള്ളത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാറ്റിക്സ്, ദെൻ പാരലലോഗ്രാം ലോ, ഇക്വിലിബ്രിയം ലോ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി. ഇതാ നേരത്തെ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി. ദെൻ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ഫ്രീ ബോഡി ഡയഗ്രംസ്, ദെൻ കൺകറന്റ് കോപ്ലനാർ ഫോഴ്സസ്. കോപ്ലനാർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ കുറെ ഫോഴ്സസ് ഒരു പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കോപ്ലനാർ ഫോഴ്സ് എന്ന് പറയുന്നത്. കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ കൺകറന്റ് എന്ന് പറയും. കൺകറന്റ് കോപ്ലനാർ ഫോഴ്സ്. കോമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. ഒരു ഫോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്, അതിന്റെ റെസൊല്യൂഷൻ. റിസൾട്ടന്റ് എന്താണ്? റിസൾട്ടന്റ്. ദെൻ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ദെൻ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻസ്, ദെൻ മെത്തേഡ്സ് ഓഫ് മൊമെന്റ്സ്, പിന്നെ വാരിഗ്നോൺസ് തിയറം ഓഫ് മൊമെന്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ്. വാരിഗ്നോൺസ് തിയറം ഓഫ് മൊമെന്റ്സ്. ഇത്രയും കാര്യമാണ് നമ്മുടെ മോഡ്യൂൾ 1ൽ വരുന്നത്. ഓക്കെ, സോ ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നത് ഫ്രീ ബോഡി ഡയഗ്രം ഉണ്ട്, പിന്നെ ഇതാ ഇവിടെ ഈ വാരിഗ്നോൺസ് തിയറം, പിന്നെ റിസോൾവ് ചെയ്യാനായിട്ടൊക്കെ വരും. അതായത് ഫോഴ്സ് റെസൊല്യൂഷൻ ഒക്കെ വരും. അതായത് ഹൊറിസോണ്ടൽ കോമ്പോണന്റ്, വെർട്ടിക്കൽ കോമ്പോണന്റ്, പിന്നെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, റിസൾട്ടന്റ്. ഓക്കെ, അതാണ് മോഡ്യൂൾ 1ൽ. പിന്നെ മോഡ്യൂൾ 2ൽ വരുമ്പോഴത്തേക്ക് ഫ്രിക്ഷൻ ഒക്കെയാണ്. പിന്നെ മോഡ്യൂൾ 3ൽ വരുമ്പോഴത്തേക്ക് സെൻട്രോയിഡ്, ഫോഴ്സസ് ഇൻ സ്പേസ്. മോഡ്യൂൾ 4ൽ വരുമ്പോഴത്തേക്ക് ഡൈനാമിക്സ് ആണ്. അതായത് നമ്മൾ സ്റ്റാറ്റിക്സും ഉണ്ട്, നമ്മൾ മോഡ്യൂൾ ഇത് കണ്ടല്ലോ, സ്റ്റാറ്റിക്സും ഉണ്ട്, നമുക്ക് ഡൈനാമിക്സും പഠിക്കാനുണ്ട്. സ്റ്റാറ്റിക്സും ഉണ്ട്, ഡൈനാമിക്സും ഉണ്ട്. പിന്നെ കൈനമാറ്റിക്സ് ഉണ്ട്. അതായത് ഇവിടെ കണ്ടില്ലേ, മോഡ്യൂൾ 5ൽ എഴുതിയേക്കുന്നുണ്ടോ? സോറി, മോഡ്യൂൾ 4ൽ കൈനമാറ്റിക്സ് എഴുതിയേക്കുന്ന കണ്ടില്ലേ. ദെൻ കൈനറ്റിക്സ് ഉണ്ട്, കൈനമാറ്റിക്സ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിനകത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. മെക്കാനിക്സിൽ സ്റ്റാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്, കൈനറ്റിക്സ് ഉണ്ട്, കൈനമാറ്റിക്സ് ഉണ്ട്. ഓക്കെ, ഇത്രയാവുമ്പോഴത്തേക്ക് നമ്മുടെ ടോപ്പിക്സ് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്? ബെഞ്ചമിൻ അല്ലേ? ഏതാണ് അഡോണ? ബെഞ്ചമിൻ അല്ലേ? ജെ ബെഞ്ചമിൻ. ഓക്കെ, സോ കുറെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ടിമോഷെങ്കോ ആൻഡ് ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ്. ഷെയിംസ്, പിന്നെ ഹിബ്ലർ, അശോക് ഗുപ്ത, പിന്നെ മെറിയം. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ്. ഇതൊന്നും എടുത്ത് നോക്കിയാൽ ഒന്നും മനസ്സിലാവത്തോലുമില്ല. മെറിയം, ക്രൈഗ്, പിന്നെ ഈ ബിയർ ആൻഡ് ജോൺസൺ, ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ബുക്കാണ്. ഈ 4ാമത്തെ റെഫറൻസ് ബിയർ ആൻഡ് ജോൺസൺ, വെക്ടർ മെക്കാനിക്സ് ഫോർ എഞ്ചിനീയേഴ്സ്. പക്ഷെ ഒന്നും മനസ്സിലാവത്തില്ല. AK തയാല്, ഭവികാട്ടി SS, രാജശേഖരൻ. ഓക്കെ, ഏതെങ്കിലും ഒരു 1-2 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ മോഡ്യൂൾ 1ൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷന്, പാരലലോഗ്രാം ലോ, പിന്നെ സൂപ്പർപൊസിഷൻ, ട്രാൻസ്മിസിബിലിറ്റി, കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്, എക്സെട്ര, ഫ്രീ ബോഡി ഡയഗ്രാം, അതൊക്കെയാണ് നമ്മുടെ മോഡ്യൂൾ 1ൽ വരുന്നത്. ഓക്കെ, സോ നമുക്ക് മോഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്കും അതാണ് എളുപ്പം. കാണാമോ? എന്റെ സ്ക്രീൻ കാണാൻ പറ്റുമോ? ബേസിക് കൺസെപ്റ്റ് എന്ന് എഴുതിയേക്കുന്നത് സ്ക്രീൻ കാണാമോ? ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഞാൻ ജസ്റ്റ് ഒരു
ഒരു ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ബേസിക് കൺസെപ്റ്റുകൾ അതൊക്കെ മാത്രമാണ് പറയുന്നത്. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണ്? ഇതൊന്നും എക്സാമിന് ചോദിക്കത്തൊന്നുമില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താന്നുള്ളത്. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി behavior of a body which is either at rest or in motion under the action of forces. Okay, so engineering mechanics എന്ന് പറഞ്ഞാൽ it is a branch of science which deals with the behavior of a body. അതായത് ഒരു ബോഡിയുടെ ബിഹേവിയർ വിച്ച് ഈസ്, ആ ബോഡി എന്തായിരിക്കും, ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, മോഷനിലായിരിക്കും, അണ്ടർ ദി action of forces. So engineering mechanics can be defined as the branch of science which deals with the behavior of a body which is either at rest or in motion under the action of forces. The applications of the principles and concepts of engineering mechanics plays key role for an engineer in design and construction of various types of machineries and structures. അതായത് ഒരു എഞ്ചിനീയർ ഒരു ഡിസൈൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് വേരിയസ് മെഷീനറീസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So the applications of the principles and concepts of engineering mechanics is very very important for an engineer in the design and construction of various types of machineries and structures. Then next is the classification of mechanics. Mechanics in the classification എങ്ങനെയാണ്? According to the type or nature of the body involved, engineering mechanics can be classified as, ഞാൻ നേരത്തെ പറഞ്ഞില്ല, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സും ഉണ്ട് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അതായത് സോളിഡ്സിന്റെ പഠനത്തിനെയാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് പറയുന്നത്. അതല്ല ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലിക്വിഡ്, ഗ്യാസ്, അതിനെയാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ മെക്കാനിക്സ് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓർ നേച്ചർ ഓഫ് ദി ബോഡി ഇൻവോൾവ്ഡ്, അതായത് ഏത് ടൈപ്പിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ടൈപ്പോ അല്ലെങ്കിൽ നേച്ചർ, അതനുസരിച്ച് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ദെൻ അഗെയിൻ ദിസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയും. ഓക്കെ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ again classified into mechanics of rigid bodies and mechanics of deformable bodies. അപ്പൊ നമ്മൾ അറിയണം എന്താണ് ഈ റിജിഡ് ബോഡി, എന്താണ് ഈ ഡീഫോമബിൾ ബോഡി എന്ന് പറഞ്ഞാൽ. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എ ബോഡി വിൽ നോട്ട് അണ്ടർഗോ എനി ഡീഫോമേഷൻ, ക്യാൻ ബി നെഗ്ലക്റ്റഡ് ഇൻ ദ അനാലിസിസ് ഈസ് നോൺ ആസ് റിജിഡ് ബോഡി. അതേസമയം ബോഡീസ് വിച്ച് അണ്ടർഗോ ഡീഫോമേഷൻ അണ്ടർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സസ് ആണെങ്കിൽ അതിനെ എന്തെന്ന് പറയും, ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയും. will not undergo any deformation, it is called a rigid body. നമ്മൾ മെക്കാനിക്സിൽ റിജിഡ് ബോഡിയാണ് ഡീൽ ചെയ്യുന്നത്. ബോഡീസ് വിച്ച് അണ്ടർഗോ ഡീഫോമേഷൻ അണ്ടർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സസ് ഈസ് നോൺ ആസ് ഡീഫോമബിൾ ബോഡീസ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. മെക്കാനിക്സിന്റെ ക്ലാസിഫിക്കേഷൻ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. Again, mechanics of solids is again divided into two: mechanics of rigid bodies and mechanics of deformable bodies. Body will not undergo any deformation. Rigid bodies, bodies which undergoes deformation under the application of force are known as deformable bodies. Then the branch of mechanics which deals with the rigid bodies at rest, അതായത് റിജിഡ് ബോഡീസ് അറ്റ് റെസ്റ്റ്, അതിൽ ഡീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്സ് നമ്മളിപ്പോൾ സിലബസിൽ കണ്ടില്ലേ, സ്റ്റാറ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് റിജിഡ് ബോഡീസ് അറ്റ് റെസ്റ്റ്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി വിച്ച് വിൽ നോട്ട് അണ്ടർഗോ എനി ഡീഫോമേഷൻ, ദാറ്റ് ഈസ് കോൾഡ് റിജിഡ് ബോഡീസ്. അപ്പോൾ അത് റെസ്റ്റിലുള്ള ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് റിജിഡ് ബോഡീസ് അറ്റ് റെസ്റ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക്സ്. ഇനി ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് deals with the rigid bodies in motion is called dynamics. So that is the different. നമുക്ക് ഇത് രണ്ടും പഠിക്കാനുണ്ട്, സ്റ്റാറ്റിക്സും ഉണ്ട് ഡൈനാമിക്സും ഉണ്ട്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിജിഡ് ബോഡി അറ്റ് റെസ്റ്റ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിജിഡ് ബോഡി ഇൻ മോഷൻ. ദെൻ ഈ ഡൈനാമിക്സിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. So dynamics is further divided into kinematics and kinetics. So kinematics means
It is the study of motion of bodies without considering the forces which causes the motion. അതായത് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ദി മോഷൻ ഓഫ് ദ ബോഡീസ് വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ്. ഫോഴ്സസിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, അതിനെയാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അതേസമയം കൈനറ്റിക്സ് എന്തായിരിക്കും? കൺസിഡറിങ് ദി ഫോഴ്സസ് കോസിങ് ദി മോഷൻ. ദാറ്റ് ഈസ് ദ കൈനറ്റിക്സ്. So thus the relationship between position, velocity, acceleration of a moving body are defined by kinematics, and the corresponding forces are dealt in kinetics. In this book, in this mechanics, we shall deal with the mechanics of rigid. നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആണ്. മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ് എന്നൊരു സബ്ജക്ട് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് അത് തേർഡ് സെമസ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മൾ മെക്കാനിക്സിൽ പഠിക്കുന്ന എന്ത് മാത്രമാണ്? മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്ലാസിഫിക്കേഷൻ. എഞ്ചിനീയറിംഗ്, വാട്ട് ഈസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി behavior of a body which is either at rest or in motion under the action of forces. അതായത് ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെസ്റ്റിൽ അല്ലെങ്കിൽ മോഷൻ, ബിഹേവിയർ ഓഫ് ദി ബോഡി, അത് ഡീൽ ചെയ്യുന്ന ഒരു ശാഖയാണ്, സയൻസിന്റെ ശാസ്ത്ര ശാഖയാണ് എന്ത്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ എന്താണ്? മെക്കാനിക്സ് is classified into two: mechanics of solids and mechanics of fluids. Again, this mechanics of solids is divided into two: മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്. നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്ന എന്ത് മാത്രമാണ്? മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് മാത്രമാണ്. മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ് അല്ല നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓൺലി മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ നോട്ട് അണ്ടർഗോ എനി ഡീഫോമേഷൻ. ഡീഫോമബിൾ ബോഡി മീൻസ് which undergo deformation under the application of forces. Then what is statics and dynamics? Rigid bodies at rest, the branch of mechanics that deals with rigid bodies at rest is called statics. Dynamics means the branch of mechanics that deals with rigid bodies in motion is called dynamics. Then dynamics is again divided into kinematics and kinetics. Kinematics means study of motion of bodies without considering the forces which causes the motion, whereas kinetics study of motion of the bodies with considering the forces causing the motion. Then next is the mechanics of deformable bodies. ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ. ഇതെന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം അറിഞ്ഞാൽ മതി, നമ്മൾ ഇത് പഠിക്കുന്നൊന്നുമില്ല. മെക്കാനിക്സ് ഓഫ് deformable bodies. If the internal stresses developed in a body are to be considered, the deformation of the body should be studied, and this branch is called മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, നമ്മൾ ഓൺലി ഡീൽ ചെയ്യുന്ന എന്ത് മാത്രമേ ഉള്ളൂ? മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസേ ഉള്ളൂ. Then mechanics of deformable bodies, commonly known as strength of materials. Strength of materials എന്ന് പറയും. Then the branch is again classified into, അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് തിയറി ഓഫ് പ്ലാസ്റ്റിസിറ്റി. ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി. മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്. Then next is the mechanics of fluids. Okay, what is fluids? Substances which continuously get deformed under the action of very small shear forces are called fluids. The mechanics which deals with the behavior of such materials are called mechanics of fluids or fluid mechanics. അതിനെയാണ് ഫ്ലൂയിഡ് ഡീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞേക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു ഒറ്റ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത്. ടേബിൾ 1.1 എന്താണ്? Engineering mechanics is divided into two: mechanics of solids and mechanics of fluids. Okay, ഫ്ലൂയിഡ് തന്നെ പല തരത്തിലുള്ള ഫ്ലൂയിഡുകളുണ്ട്. ഐഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്, വിസ്കസ് ഫ്ലൂയിഡ് ഉണ്ട്, ഇൻകംപ്രസബിൾ ഫ്ലൂയിഡ് ഉണ്ട്, എക്സെട്ര. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഡിവൈഡ് ദിസ് ഇൻറ്റു ടു: മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്. ഇതാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഈ ഒരു ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഏരിയ മാത്രമാണ്. എന്താണ്? മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്. അതിനെ വീണ്ടും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. അഗെയിൻ ഡൈനാമിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിക്കാനുള്ളത്. മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്, സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്, കൈനറ്റിക്സ്. ഓർമ്മയുണ്ടല്ലോ? അതായത് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിജിഡ് ബോഡീസ് അറ്റ് റെസ്റ്റ്. The branch of mechanics that deals with rigid bodies at rest is called statics, whereas rigid bodies in motion are called dynamics.
അതിനെ വീണ്ടും ഡൈനാമിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കൈനമാറ്റിക്സും കൈനറ്റിക്സും. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ്, സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ദി ബോഡീസ് വിത്തൗട്ട് കൺസിഡറിങ് ദ ബോഡീസ്, ദാറ്റ് ഈസ് കോൾഡ് കൈനമാറ്റിക്സ്. വിത്ത് കൺസിഡറിങ് ദി ഫോഴ്സസ്, ദാറ്റ് ഈസ് കോൾഡ് കൈനറ്റിക്സ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്തത് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഇൻ മെക്കാനിക്സ്. മെക്കാനിക്സിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? സ്പേസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദ ജോമെട്രിക് റീജിയൻ ഇൻ വിച്ച് ഇവന്റ്സ് ഇൻവോൾവിംഗ് ബോഡീസ് ഒക്കർ ഈസ് കോൾഡ് സ്പേസ്. അതായത് ജോമെട്രിക് റീജിയൻ, അതിനെയാണ് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് സക്സഷൻ ഓഫ് ഇവന്റ്സ്, അതിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ് ആണ്. ദെൻ മാസ്, വാട്ട് ഈസ് മാസ്? ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ possessed by a body, that is called mass. Then force എന്താണ്? It is an agency which changes or tends to change the state of rest or state of uniform motion of a body. Then continuum എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ഇത് അറിഞ്ഞിരിക്കണം. കണ്ടിന്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. പക്ഷെ നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രീറ്റ് body as such discrete particles. So the body is assumed that matter is continuously distributed. Such a description of matter is called a continuum. അതായത് ബോഡിയെ നമ്മൾ അസ്യൂം ചെയ്യും എന്താണ്? matter is continuously distributed. That is called a continuum. Then next is the particle. ഇത് വളരെ ഇമ്പോർട്ടന്റ്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an object whose mass is concentrated at a point. അതായത് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണ്, അതിന്റെ മാസ് ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ ഒബ്ജക്റ്റ് ക്യാൻ ബി അസ്യൂംഡ് വിത്ത് ഓൺലി മാസ് ആൻഡ് നോ സൈസ്. അതായത് നമ്മൾ ഒബ്ജക്റ്റിനെ നമ്മൾ അസ്യൂം ചെയ്യും എന്താണ്? ഓൺലി മാസ് മാത്രമേ ഉള്ളൂ, എന്തില്ല? സൈസ് ഇല്ല. ഓക്കെ, സോ ദിസ് കൺസെപ്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ്, ഈ പാർട്ടിക്കിൾ എന്നുള്ള കൺസെപ്റ്റ്. അത് അന്നേരം പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറയാം. സോ പാർട്ടിക്കിൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾ മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഒബ്ജക്ട് ഹുസ് മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. സോ ദ ഒബ്ജക്ട് ക്യാൻ ബി അസ്യൂംഡ് വിത്ത് ഓൺലി മാസ് ആൻഡ് നോ സൈസ്. അപ്പൊ ഇതൊക്കെ ഫണ്ടമെന്റൽ കൺസെപ്റ്റുകൾ. എന്തൊക്കെയാണ്? സ്പേസ്, ടൈം, മാസ്, ഫോഴ്സ്, കണ്ടിന്യൂം ആൻഡ് പാർട്ടിക്കിൾ. പിന്നെ പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം നമ്മൾ മെക്കാനിക്സിൽ. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അറിയാമല്ലോ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, പിന്നെ തേർഡ് ലോ ഉണ്ട്, പിന്നെന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ട്. നേരത്തെ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്താണ്? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ unless and until it is acted upon by an external force. അതായത് ഒരു ബോഡി കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുകിൽ റെസ്റ്റിൽ അല്ലെങ്കിൽ ഓർ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ unless and until it is acted upon by an external force, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. സോ ഫസ്റ്റ് ലോ ദസ് ഡിഫൈൻസ് ഫോഴ്സ്. അപ്പൊ ഫസ്റ്റ് ലോയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫോഴ്സിന്റെ ഡെഫിനിഷൻ കിട്ടുന്നത്. ഫസ്റ്റ് ലോ ദസ് ഡിഫൈൻസ് ഫോഴ്സ്, ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. പണ്ട് +2 പഠിച്ചിട്ടുള്ള ഇതൊക്കെ. Then Newton's second law എന്താണ്? Newton's second law is F is equal to ma. ഓർമ്മയുണ്ടല്ലോ, force is equal to mass into acceleration. That is, the rate of change of momentum of a body is directly proportional to the force acting on it and takes place in the direction of applied force. That is, F is equal to m into Vf minus m into Vi divided by t. That is equal to m into Vf minus Vi minus t. Vf എന്ന് പറഞ്ഞാൽ എന്താണ്? Vf എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. Vi എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. So Vf is the final velocity and Vi is the initial velocity, and what is m is the mass, body of mass m. So that is F is equal to m into a എന്ന് പറയും. F is equal to m into a, that is mass into acceleration, where F is called a resultant force acting on a body of mass m moving with an acceleration a, and Vi is the initial velocity and Vf is the final velocity of the body. ന്യൂട്ടൺ സെക്കൻഡ് ലോയെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എന്താണ് ഈ ഇക്വേഷൻ? F is equal to m into a. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? The a is the acceleration. The acceleration of the particle will be directly proportional to the resultant force. ഈ F എന്ന് പറഞ്ഞാൽ എന്താണ്? F is the resultant force acting on it
and takes place in the direction of the force. So the second law measure a force quantitatively and it forms the basis for most of the analysis in dynamics. അതായത് നമ്മൾ ഡൈനാമിക്സിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. എന്താണ്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വെച്ചിട്ടാണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഓക്കെ, അതൊക്കെ അന്നേരം ഞാൻ വരുമ്പോൾ പറയാം. ജസ്റ്റ് ഇപ്പൊ ഇത് മാത്രം ഓർത്താൽ മതി. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓർത്തിരിക്കുക. F is equal to mass into acceleration ഓർത്തിരിക്കുക. Then ന്യൂട്ടൺസ് തേർഡ് ലോ എന്താണ്? To every action there is an equal and opposite reaction, which means the force of action and reaction between two bodies are equal in magnitude and opposite in direction. Then Newton's law of gravitation. Okay, ഇതും പണ്ട് പഠിച്ചതാണ്. എന്താണ്? F is equal to G m1 m2 divided by r square. Okay, what is G? G is called constant of gravitation. എന്താ ഇത് പറയുന്നത്? എന്താ? F is directly proportional to m1 m2 divided by r square. What is m1 m2? m1 m2 എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡിയുടെ മാസ് ആണ്. 1 എന്ന് പറഞ്ഞ ബോഡിയുടെ മാസ് ആണ് m1. m2 എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദി സെക്കൻഡ് ബോഡി. m1 is the mass of the first body, m2 is the mass of the second body. And what is r? R is the distance between the particles, the distance between the bodies. That is called r. Okay, അപ്പോൾ ഇതിലെന്താ പറയുന്നത്? എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ്, നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏത് ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട്സ് എവറി അതർ ബോഡി ടുവേർഡ്സ് ഈച്ച് അതർ അലോങ് ദ ലൈൻ കണക്ടിങ് ദെയർ മാസ് സെന്റേഴ്സ് വിത്ത് എ ഫോഴ്സ്. അതിന്റെ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള ബോഡികൾ, സേ ഫോർ എക്സാമ്പിൾ രണ്ട് ബോഡി, ഏതാണ്? m1 മാസ് ഉള്ള ഒരു ബോഡി, m2 മാസ് ഉള്ള ഒരു ബോഡി, അത് തമ്മിൽ എന്ത് ചെയ്യുന്നു? അത് അട്രാക്ട് ചെയ്യുന്നു ടുവേർഡ്സ് ഈച്ച് അതർ അലോങ് ദ ലൈൻ കണക്ടിങ് ദെയർ മാസ് സെന്റേഴ്സ് വിത്ത് എ ഫോഴ്സ്. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഡയറക്ട്ലി മാഗ്നിറ്റ്യൂഡ് ഈസ് m1 m2 divided by r square. That means directly proportional to the product of their masses and inversely proportional to the square of the distance between them. Okay, അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. എന്താണ്? F is equal to G m1 m2 divided by r. ന്യൂട്ടൺസ് ഫണ്ടമെന്റൽ മെക്കാനിക്സിലെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണിത്. ഓക്കെ, അതായത് ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് law thus defines force. Then Newton's second law, that is F is equal to mass into acceleration. Then Newton's third law, every action there is an equal and opposite reaction. And Newton's law of gravitation, if F is equal to G m1 m2 divided by r square. ഇത് ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇതൊക്കെ ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുമ്പോൾ ഇതിപ്പോ ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ അടോണ? Okay, ശരി. Then next is the triangle law of forces. Okay, triangle law of forces ഉണ്ട്, parallelogram law of forces ഉണ്ട്, polygon law of. അപ്പോൾ അതെന്താന്ന് നമുക്ക് നോക്കാം. ട്രയാങ്കിൾ law of force എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if two forces acting simultaneously on a body, അതായത് ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സസ് സൈമുൾട്ടേനിയസ്ലി ആക്ട് ചെയ്യുന്നു, at a point, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു, are represented in magnitude and direction. അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ്, ഈ ഫോഴ്സിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ ആ രണ്ട് ഫോഴ്സ് കാരണം, രണ്ട് ഫോഴ്സ് ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ രണ്ട് ഫോഴ്സ് മൂലം ആ ബോഡിക്ക് എന്തോ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ട്. അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറൊരു സിംഗിൾ ഫോഴ്സിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഈ രണ്ട് ഫോഴ്സ് കൊണ്ട് എന്ത് എഫക്റ്റ് ആണോ ആ ബോഡിയിൽ ഉണ്ടാക്കുന്നത്, അതേ സെയിം എഫക്റ്റ് നമുക്ക് ഒരു ഫോഴ്സ് വെച്ച് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റിസൾട്ടന്റ്. അപ്പൊ ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട്? രണ്ട് ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പി എന്നും ക്യൂ എന്നും പറയുന്ന രണ്ട് ഫോഴ്സ് ഉണ്ട്. കണ്ടോ, ഇവിടെ രണ്ട് ഫോഴ്സ്, അതായത് പി എന്നും ക്യൂ എന്നും പറയുന്ന രണ്ട് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്കൊരു ട്രയാങ്കിളിന്റെ സൈഡ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ട്രയാങ്കിളിന്റെ ക്ലോസിംഗ് സൈഡ് ആയിരിക്കും. ആ ട്രയാങ്കിളിന്റെ ക്ലോസിംഗ് സൈഡ് ആയിരിക്കും എന്ത്? റിസൾട്ടന്റ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്.
ഈ രണ്ട് ഫോഴ്സ് മൂലം ആ ബോഡിയിൽ എന്ത് എഫക്റ്റ് ആണോ ഉണ്ടാവുന്നത് അതേ സെയിം എഫക്റ്റ് തന്നെ വേറൊരു സിംഗിൾ ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ ഈ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ആ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടന്റ്. അപ്പൊ ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സ് പറയുന്നത് നമുക്ക് രണ്ട് ഫോഴ്സുകൾ സൈമിൾട്ടേനിയസ്ലി ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നതായിരിക്കും എന്ത്? അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ്. സിമിലർലി പാരലോഗ്രാം ലോ പറയുന്ന ഇത് തന്നെയാണ്. എന്താണ്? അഗെയിൻ രണ്ട് ഫോഴ്സ് ഉണ്ട്. പാരലോഗ്രാം ലോ ഇവിടെ കണ്ടില്ലേ, ഫോഴ്സ് 1 ഫോഴ്സ് 2 റിസൾട്ടന്റ്. രണ്ട് ഫോഴ്സ് ഉണ്ട്. സൈമിൾട്ടേനിയസ്ലി ഒരു ബോഡിയിൽ ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്നു. ടു ഫോഴ്സസ് ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി ഓൺ എ ബോഡി അറ്റ് എ പോയിന്റ് റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദി അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്ന ഈ കേസിൽ എന്തായിരിക്കും എന്ന് അറിയാമോ? ദ ഡയഗണൽ വിൽ ബി ദ റിസൾട്ടന്റ്. The diagonal at the point of intersection of the two sides representing the forces, that is the resultant. അതാണ് ഈ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഫോഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഡയഗണൽ ആയിരിക്കും. ദിസ് ഡയഗണൽ വിൽ ബി ദ resultant. The resultant is represented in magnitude and direction by the diagonal at the point of intersection of the two sides representing the forces. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ പി എന്നും ക്യൂ എന്നും പറയുന്ന രണ്ട് ഫോഴ്സ് കാണാം നിങ്ങൾക്ക്. നടുക്കൂടെ ഡയഗണൽ കണ്ടോ? റിസൾട്ടന്റ് ആർ. ട്രയാങ്കിൾ ലോ പറയുന്ന എന്താണ്? രണ്ട് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ക്ലോസിംഗ് സൈഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് പറയുന്നത് എന്താണ്? ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ്സിൽ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഡയഗണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സിമിലർലി അടുത്തത്, ഇപ്പൊ നമ്മൾ രണ്ട് ഫോഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. മോർ ദാൻ 2 ഫോഴ്സ് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോളിഗൺ ലോ ഓഫ് ഫോഴ്സ് ഉണ്ട്. പോളിഗൺ ലോ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ഒരു പാർട്ടിക്കിളില് നമ്പർ ഓഫ് ഫോഴ്സസ് സൈമിൾട്ടേനിയസ്ലി ആക്ട് ചെയ്യുന്നു. അത് നമ്മൾ ഒരു പോളിഗന്റെ സൈഡ്സ് നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും റെപ്രസെന്റ് ചെയ്യുന്നു, ടേക്കൺ ഇൻ ഓർഡർ. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ ലോ പറഞ്ഞ ആ പോളിഗന്റെ ക്ലോസിംഗ് സൈഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞേ? അതായത് ഇവിടെ ഫിഗർ 1.3 കാണാം ഫോഴ്സ്. എത്ര ഫോഴ്സ് ഉണ്ട്? 1, 2, 3, 4 ഫോഴ്സ് ഉണ്ട്. കണ്ടില്ലേ? F1, F2, F3, F4. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ പോളിഗന്റെ ക്ലോസിംഗ് സൈഡ് ആയിരിക്കും. റിസൾട്ടന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. റിസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോഡിയിൽ കുറെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ ആ ബോഡിയിൽ കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ബോഡിക്ക് എന്ത് എഫക്റ്റ് ആണോ ഉണ്ടാവുന്നത് അതേ സെയിം എഫക്റ്റ് നമുക്ക് ഒരു സിംഗിൾ ഫോഴ്സിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് റിസൾട്ടന്റ്. അതിനെയാണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അപ്പം രണ്ടിൽ കൂടുതൽ ഫോഴ്സുകൾ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോളിഗൺ ലോ ഓഫ് ഫോഴ്സസ് വെച്ചിട്ട് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. അതല്ല രണ്ട് ഫോഴ്സ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ഐദർ പാരലോഗ്രാം ലോ വെച്ച് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ ലോ വെച്ച് എന്ത് ചെയ്യാം? റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. 2 ഫോഴ്സ് ആണെങ്കിൽ, ഒരു ബോഡിയിൽ 2 ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ. നെക്സ്റ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it states that the condition of, ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആദ്യം ഈ ഒരു ഇമേജ് കാണാം. നിങ്ങൾക്ക് നോക്കിയേ 1.4 എന്താ കാണുന്നത് നോക്കിയേ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. 1.4 ഇത് നോക്കിയേ, ഇതൊരു റിജിഡ് ബോഡിയാണ്. കണ്ടില്ലേ? ഈ റിജിഡ് ബോഡിയിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റും ബി എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്. ആ എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. കണ്ടോ? എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എ എന്ന് പറയുന്ന പോയിന്റിൽ. കണ്ടല്ലോ? ദെൻ ഈ എ ബി എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇതിനെ നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ എന്നാണ് പറയുന്നത്. എ ബി ഈസ് കോൾഡ് ലൈൻ ഓഫ് ആക്ഷൻ. അതായത് ആ ഫോഴ്സിന്റെ അതിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചാൽ അതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്.
ആ ലൈൻ ഓഫ് ആക്ഷനിൽ ഏറ്റവും മൂന്നാമത്തെ ഫിഗർ നോക്കിയേ, ഈ സെയിം ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഫോഴ്സിനെ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ അതേ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ആക്ട് ചെയ്യിച്ചു. ഓക്കെ, അപ്പം ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് എഫക്റ്റ് ആണോ ഉണ്ടാവുന്നത് അതേ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും ബി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, പ്രൊവൈഡഡ് എന്താണ് ലൈൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കണം, ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കണം. മനസ്സിലായോ? അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. അതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ഓർ എ യൂണിഫോം മോഷൻ ഓഫ് എ റിജിഡ് ബോഡി വിൽ റിമൈൻ അൺചേഞ്ച്ഡ്. എപ്പോഴാണ്? if the point of application of the force acting on the body is transmitted along its line of action to act at any other point of the body. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ പറയാം, നോക്കിയേ, ഈ എക്സാമ്പിൾ നോക്കിയേ. കൺസിഡർ എ റിജിഡ് ബോഡി. Consider a rigid body as shown in figure 1.4. The force F acting at point A. ഇവിടെ നോക്കിയേ, ഈ പിക്ചറിൽ കാണാമല്ലോ നിങ്ങൾക്ക്, എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. Can be replaced, അതിനെ റീപ്ലേസ് ചെയ്തു ബൈ ദ സെയിം ഫോഴ്സ് എഫ് ആക്ടിങ് അറ്റ് പോയിന്റ് എവിടാണ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ. കണ്ടോ, ബി എന്ന് പറയുന്ന പോയിന്റിൽ അതേ സെയിം ഫോഴ്സിനെ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ എ എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു ഫോഴ്സ് ആക്ട് ചെയ്തത്, അതിനെ ഞാൻ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. ഇപ്പം ആ അതേ സെയിം ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നത്, ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. പ്രൊവൈഡഡ് പോയിന്റ് എ ആൻഡ് ബി ലൈസ് ഓൺ ദി സെയിം ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ്. എന്തായിരിക്കണം ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ? ഇപ്പൊ എനിക്ക് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഈ ബോഡിയിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട് സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല. പ്രൊവൈഡഡ് എന്തായിരിക്കണം, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വിൽ ബി സെയിം. കണ്ടോ, ഈ എ ബി എന്ന് പറയുന്നത് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ആ ലൈൻ ഓഫ് ആക്ഷനിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിനെ റീപ്ലേസ് ചെയ്തു. ഇവിടെ സംഭവിച്ചേക്കുന്ന ഒരു ചേഞ്ച് എന്താണ്, ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ ഫോഴ്സിന്റെ നേച്ചർ എന്താണെന്ന് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന പോയിന്റിലെ ഫോഴ്സിന്റെ നേച്ചർ എന്താണ്, പുഷ് ആണ്, പുഷ്. അതേസമയം ബിയിൽ വന്നപ്പോൾ എന്തായി, ബിയിൽ വന്നപ്പോൾ അത് പുള്ളായിട്ട് മാറി. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ നേച്ചർ ഓഫ് ദ ഫോഴ്സ് ചേഞ്ചസ് ഫ്രം പുഷ് ടു പുൾ, ബട്ട് ദ എക്സ്റ്റേണൽ എഫക്ട് ഓഫ് ദി ഫോഴ്സ് റിമൈൻസ് അൺആൾട്ടേർഡ് ഡ്യൂ ടു ദി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. സോ ഈ കൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അടവണ ഈ പറഞ്ഞ ജൂഡിത്ത, ഞാൻ ഈ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി മനസ്സിലായോ? ഇത് ഏതെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനെ പറ്റിയാണോ പറഞ്ഞേക്കുന്നത്? ഏതാ? ഏതെങ്കിലും ഒരു റിജിഡ് ബോഡി മൂവ് ചെയ്യുമ്പം അത് ചെന്ന് നിൽക്കുന്ന പോയിന്റ് ആണോ ബി എന്ന് പറയുന്നത്? അങ്ങനല്ല. അതായത് നമ്മളിപ്പോ ഒരു റിജിഡ് ബോഡിയിൽ നമ്മൾ ഒരു ഫോഴ്സ്, ഇപ്പം എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിരിക്കുന്നു. ഈ ഫോഴ്സിനെ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഫോഴ്സിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഇപ്പൊ ഇവിടെ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എഫ് എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. കണ്ടീഷൻ ഇത്രയുള്ള എന്താണ്, അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിലോട്ട് മാത്രമേ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സിനെ വേറൊരു പോയിന്റിലോട്ട് ഞാൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായി പറഞ്ഞേക്കുന്നത്. കണ്ടോ, ദ എക്സ്റ്റേണൽ എഫക്ട് ഓഫ് ദ ഫോഴ്സ് റിമൈൻസ് അൺആൾട്ടേർഡ് ഡ്യൂ ടു ദി പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്തപ്പം എന്ത് എഫക്റ്റ് ആണോ ഉണ്ടായത് അതേ സെയിം എഫക്റ്റ് തന്നെയാണ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്തപ്പോഴും ഉണ്ടായത്. അതായി പറഞ്ഞേക്കുന്നത് എക്സ്റ്റേണൽ എഫക്ട് ഓഫ് ദ ഫോഴ്സ് റിമൈൻസ് അൺആൾട്ടേർഡ് ഡ്യൂ ടു ദി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉള്ള ഫോഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകും, പക്ഷെ അപ്പോഴെല്ലാം ആ ലൈൻ ഓഫ് ആക്ഷനിലോട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ, ഡോണ്ട് വറി കേട്ടോ. ഇപ്പൊ ഈ കൺസെപ്റ്റ് ഒന്ന് സംഭവം മനസ്സിലായി, എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പിടികിട്ടിയോ? അതായത് അതിന്റെ ലൈൻ ഓഫ് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് അത്രേ ഉള്ളൂ. ഓക്കെ, it states that the condition of equilibrium or uniform motion of a rigid body will remain
unchanged. If the point of application of the force acting on the body is transmitted along its line of action to act at any other point on the body. അതാണ് ഈ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. കൺസിഡർ എ റിജിഡ് ബോഡി, അതിന്റെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഫോഴ്സസ്. ജസ്റ്റ് ഇതൊന്ന് എന്താണെന്ന് ഞാൻ പറയാം. ഇഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി ഓൺ എ പാർട്ടിക്കിൾ, അഗെയിൻ ഒരു പാർട്ടിക്കിളിൽ, പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർമ്മയുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത് പാർട്ടിക്കിൾ, അത് വെരി വെരി ഇമ്പോർട്ടന്റ്. പാർട്ടിക്കിൾ എന്നുള്ള കൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി ഓൺ എ പാർട്ടിക്കിൾ, then each one of them will produce the same effect that it would have done while acting alone. അതായത്, in other words, every force imparts the same effect on the rigid body independently, whether acts individually or in a combination with the other sets of forces. അതായത് ഓരോ ഫോഴ്സും എന്താണ്, അവർക്കൊരു ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. അതായത് ഓരോ ഫോഴ്സും സെയിം എഫക്റ്റ് ആണ് റിജിഡ് ബോഡിയിൽ. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാലും, അതായത് അവർ ഇൻഡിവിജ്വൽ ആയിട്ട് അതിൽ ആക്ട് ചെയ്താലും, അവർ കമ്പൈൻഡ് ആയിട്ട് ആക്ട് ചെയ്താലും, കോമ്പിനേഷൻ വിത്ത് അതർ സെറ്റ് ഓഫ് ഫോഴ്സസ് ആണെങ്കിലും, ഏതൊരു ഫോഴ്സും എന്ത് ചെയ്യുന്നു, ഇമ്പാർട്സ് ദി സെയിം എഫക്റ്റ് ഓൺ ദ റിജിഡ് ബോഡി. അതായത് അവർ ഒറ്റയ്ക്ക് ആ ബോഡിയിൽ ആക്ട് ചെയ്താലും, അതല്ല കോമ്പിനേഷൻ ആയിട്ടാണെങ്കിലും, അവർക്കൊരു ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഫോഴ്സസ്. ഓക്കെ, every force imparts the same effect on the rigid body independently, whether acts individually or in combination with the other sets of forces. Then principle of superposition. Okay, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, principle of superposition states that if a number of forces are acting on a particle, again ഒരു പാർട്ടിക്കിളിൽ number of forces ആക്ട് ചെയ്യുന്നു, then the combined effect of all the forces will be equal to the sum of effects of the individual forces. അതായത് കമ്പൈൻഡ് എഫക്ട്, എല്ലാ ഫോഴ്സസിന്റെയും കമ്പൈൻഡ് എഫക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സം ഓഫ് ദി എഫക്ട്സ് ഓഫ് ദി ഓൾ ദി ഇൻഡിവിജ്വൽ ഫോഴ്സസ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകൾ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ് എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞ എന്താണ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. എവറി ബോഡി continues in its state of rest or in its uniform motion in a straight line unless and until it is acted upon by an external force. First law thus defines force. The next is the Newton's second law. എന്താണ്? Force is equal to mass into acceleration. That is, the acceleration of a particle will be always proportional to the resultant force acting on it, and it takes place in the direction of the force. ഡൈനാമിക്സിലെ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ഈ ഇക്വേഷൻ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഈ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഡൈനാമിക്സിലെ കംപ്ലീറ്റ് അനാലിസിസ് ചെയ്യുന്നത്. ദെൻ ന്യൂട്ടൺസ് തേർഡ് ലോ. തേർഡ് ലോ എന്താണ്? എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ദെൻ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്തായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ r square, where m1 is the mass of body 1, m2 is the mass of body 2, r is the distance between particles, and f is the force of attraction. Then ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സ്, റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഒരു ബോഡിയിലെ രണ്ട് ഫോഴ്സ് സൈമിൾട്ടേനിയസ്ലി ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. നമുക്ക് അതൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിൽ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബോഡിയിൽ 2, 3, 4 ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോൾ അത്രയും ഫോഴ്സുകളെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഫോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അതായത് റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആ 4, 5 ഫോഴ്സ് കാരണം എന്ത് എഫക്റ്റ് ആണോ ആ ബോഡിയിൽ ഉണ്ടാവുന്നത് അതേ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും ആ ഒരൊറ്റ സിംഗിൾ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്നത്. ദാറ്റ് ഈസ് ദ ടേം റിസൾട്ടന്റ്. അതിനെയാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റിസൾട്ടന്റ്. അപ്പൊ നമുക്ക് രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വി ക്യാൻ യൂസ് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിൽ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ ക്ലോസിംഗ് സൈഡ് എന്തായിരിക്കും? റിസൾട്ടന്റ് ആയിരിക്കും. സിമിലർലി അഗെയിൻ രണ്ട് ഫോഴ്സുകൾ പാരലോഗ്രാം ലോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ ഡയഗണൽ ആയിരിക്കും എന്ത്? അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്.
Then രണ്ടിൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടിൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോളിഗൺ ലോ അപ്ലൈ ചെയ്യാം. Number of forces acting simultaneously on a particle can be represented in magnitude and direction by the sides of a polygon. Then the resultant will be the closing side. This closing side of the polygon will be the resultant. Then next is the principle of transmissibility. Principle of transmissibility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിജിഡ് ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സിനെ നമുക്ക് വേറൊരു പോയിന്റിലോട്ട് എന്ത് ചെയ്യാം? ട്രാൻസ്മിറ്റ് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഫോഴ്സിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്മിസിബിലിറ്റി ചെയ്യുന്ന സമയത്ത് ഒറ്റ കണ്ടീഷനുകൾ എന്തായിരിക്കണം? അത് അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിലോട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാ ഈ എക്സാമ്പിൾ കാണിച്ചേക്കുന്നത്. എ ബി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ ലൈൻ ഓഫ് ആക്ഷൻ. അതിൽ എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഫോഴ്സ്, ഈ റിജിഡ് ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിനെന്തോ ഒരു എഫക്ട് ഉണ്ടാവുമല്ലോ. അതേ സെയിം എഫക്ട് തന്നെ ആയിരിക്കും ഏത് പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോഴും ഉണ്ടാവുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഈ സെയിം എഫിനെ നമ്മൾ വെക്കുമ്പോഴും ഉണ്ടാവുന്നത്. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ്? അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിലോട്ട് മാത്രമേ ഇതിനെ എന്ത് ചെയ്യാവുള്ളൂ? ഈ ഫോഴ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. So it can be seen that the nature of the force changes from push to pull, but the external effect of the force remains unaltered due to the principle of transmissibility of forces. ഇതൊന്നുമില്ല, ഇത് സിമ്പിൾ. അത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ മനസ്സിലാവും. നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. Then principle of physical independence. അതായത് ഓരോ ഫോഴ്സിനും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. എന്താണ്? ഓരോ ഫോഴ്സും ഇമ്പാർട്ട് ചെയ്യുന്ന സെയിം എഫക്റ്റ് ആയിരിക്കും. അവരൊരു കോമ്പിനേഷൻ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് അവർ ആക്ട് ചെയ്താലും അതല്ല അതർ സെറ്റ്സ് ഓഫ് ഫോഴ്സിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് അവർ ഒരു റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്താലും അവർ ഇമ്പാർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് അതായത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഫോഴ്സസ്. ദെൻ സൂപ്പർ പൊസിഷൻ എന്താ പറയുന്നത്? കുറെ ഫോഴ്സസ് ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ കമ്പൈൻഡ്, ആ ഫോഴ്സസിന്റെ എല്ലാം കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ദി എഫക്ട്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോഴ്സസ്. 5 ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 5 ഫോഴ്സ്. അപ്പൊ 5 ഫോഴ്സ് മൂലം ഒരു എഫക്ട് ഉണ്ടാവുന്നു. അപ്പൊ കമ്പൈൻഡ് എഫക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ദി എഫക്ട്സ് ഓഫ് ദി ദാറ്റ് 5 ഇൻഡിവിജ്വൽ ഫോഴ്സസ്. ഓക്കെ, ഇനി അടുത്തത്. ഇത്രയും ക്ലിയർ ആണോ? അടോണോ ഞാൻ പറഞ്ഞ ജൂഡിത്ത ക്ലിയർ ആണോ ഇത്തരം കാര്യങ്ങൾ? ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വെക്ടർ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റീസും വെക്ടർ പഠിച്ചിട്ടില്ലേ? പണ്ട് സ്കെയിലറും വെക്ടറും പഠിച്ചിട്ടില്ലേ +2 അല്ലേ? ഓക്കെ. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് പൊസസ് മാഗ്നിറ്റ്യൂഡ് ആർ കോൾഡ് സ്കെയിലർ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് പൊസസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അതിനെയാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് പൊസസ് magnitude are called scalar quantities. Physical quantities which possess magnitude and direction are called vector quantities. അപ്പോൾ വെക്ടർ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നിങ്ങൾ പണ്ട് +2 പഠിച്ചിട്ടുണ്ട്. വെക്ടർ ഈസ് ജനറലി റെപ്രസെന്റഡ് ബൈ എ ലെറ്റർ വിത്ത് ആൻ ആരോ. കണ്ടല്ലോ? ഇപ്പൊ എഫ് മുകളിൽ ഒരു ആരോ, റിട്ടൺ ഓവർ ഇറ്റ് ലൈക്ക് എഫ് ആരോ. Its magnitude is designated as modulus of f, അല്ലെങ്കിൽ simply f. That is the magnitude. ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, വർക്ക് എക്സെട്ര സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആണ്. ഫോഴ്സ്, പിന്നെ വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ഗ്രാഫിക്കലി അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, സ്കെയിലർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഉള്ളി, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് പോസസ് മാഗ്നിറ്റ്യൂഡ് ഉള്ളി. വെക്ടർ ക്വാണ്ടിറ്റീസ് മീൻസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് പോസസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ദെൻ ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാണ് ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? Graphically, a vector is represented by an arrow which is used to define its magnitude, direction and sense. Sense എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ആണോ പുൾ ആണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ magnitude, direction and sense. Graphically, a vector is represented by an arrow which is used to define its magnitude, direction and sense. Magnitude എന്ന് പറഞ്ഞാൽ എന്താണ്? It is the length of the arrow. Magnitude of the vector is the length. The direction is defined by the angle. അതായത് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ 10 ഡിഗ്രി എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ നിങ്ങൾ സ്ക്രീനിൽ? 1.5 10 ഡിഗ്രി. The direction is defined by the angle between the reference axis and the arrow's line of action.
ആൻഡ് സെൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി ആരോ ഹെഡ്. കണ്ടോ, ഈ ആരോ ഹെഡ് എന്ന് പറയുന്നതാണ് അതിന്റെ സെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒന്ന് മാഗ്നിറ്റ്യൂഡ്, രണ്ട് അതിന്റെ ഡയറക്ഷൻ, മൂന്ന് എന്താണ് അതിന്റെ സെൻസ്. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കണം: മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് സെൻസ്. അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത്, ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആംഗിൾ ബിറ്റ്വീൻ ദി റഫറൻസ് ആക്സിസ്. സോ ദിസ് ഹൊറിസോണ്ടൽ ഈസ് ദ റഫറൻസ് ആക്സിസ് ആൻഡ് സെൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി ആരോ ഹെഡ്. ഈ ആരോ ഹെഡ് ആണ് അതിന്റെ സെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിഗറിൽ നമ്മൾ എന്താ കാണുന്നത്? മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. കണ്ടോ, എഫിന്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. പിന്നെ അതിന്റെ ഡയറക്ഷൻ എത്രയാണെന്ന് നോക്കിയേ. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 10 ഡിഗ്രി മെഷേർഡ് ഇൻ ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 10 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം ദി ഹൊറിസോണ്ടൽ ആക്സിസ്. ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഇനി സെൻസ് എന്താണ്? സെൻസ് വിച്ച് ഈസ് അപ്വേർഡ്. സെൻസ് എന്ന് പറഞ്ഞാൽ ഇത് അപ്വേർഡ് ആൻഡ് ടു ദി റൈറ്റ്. ഇനി ഈ ഒ എന്ന് പറയുന്ന പോയിന്റിനാണ് നമ്മൾ ടെയിൽ എന്ന് പറയും. ദിസ് പോയിന്റ് ഒ ഈസ് കോൾഡ് ടെയിൽ ആൻഡ് ടെയിൽ ഓഫ് ദ വെക്ടർ ആൻഡ് പോയിന്റ് പി ഈസ് കോൾഡ് ഹെഡ്. ഈ പി എ നമ്മൾ പറയുന്ന പേരാണ് ഹെഡ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം വെക്ടറിനെ സംബന്ധിച്ച്. സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആണ്. വെക്ടർ ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ്? ഒരു വെക്ടർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സാമ്പിൾസ്. ഗ്രാഫിക്കലി ഒരു വെക്ടർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷന്, സെൻസ്. Okay, but this 5 centimeter is the magnitude and this direction is 10 degree measured in the anti-clockwise direction from the horizontal axis, and sense എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ upward and to the right, and this point O is called tail of the vector and this point P is called head of the vector. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അഗൈൻ വീണ്ടും നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. വെക്ടർ അഡീഷൻ. വെക്ടർ ആഡ് ചെയ്യുന്ന അറിയാമല്ലോ. വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. രണ്ട് വെക്ടർ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. ഇവിടെ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വെക്ടർ ഉണ്ട്. അപ്പൊ രണ്ട് വെക്ടർ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? യൂസിങ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐദർ വി ക്യാൻ യൂസ് പാരലോഗ്രാം ലോ ഓർ ട്രയാങ്കിൾ ലോ. ഒന്നുകിൽ പാരലോഗ്രാം ലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വെക്ടറിനെ നമുക്ക് ആഡ് ചെയ്യാം. വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. പോളിഗൺ ലോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മോർ ദാൻ 2 വെക്ടർ, രണ്ടിൽ കൂടുതൽ വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടിൽ കൂടുതലുള്ള വെക്ടറുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോളിഗൺ ലോ ഉപയോഗിക്കാം. രണ്ട് വെക്ടർ ആഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ഐദർ പാരലോഗ്രാം ലോ ഓർ ട്രയാങ്കിൾ ലോ. ദെൻ വെക്ടർ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ അഡീഷൻ ഓഫ് ദി നെഗറ്റീവ് ക്വാണ്ടിറ്റി. അപ്പം സബ്ട്രാക്ഷൻ ഓഫ് എ വെക്ടർ ക്യാൻ ബി ഡൺ ബൈ ആഡിങ് ദി നെഗറ്റീവ് ഓഫ് ദി വെക്ടർ. അതായത് എ മൈനസ് ബി നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ മൈനസ് ബി വെക്ടർ എ മൈനസ് വെക്ടർ ബി ചെയ്യണമെങ്കിൽ എ പ്ലസ് എന്ത് ചെയ്താൽ മതി? മൈനസ് ബി. അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ബി ആണെങ്കിൽ എയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ബിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യണം? ബിയുടെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം. ബിയുടെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് അതിനെ എന്ത് ആഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? സോ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് മൈനസ് ബി. ഇതെന്താണ്? ഈ ബിയുടെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ദി വെക്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, വെക്ടർ സബ്ട്രാക്ഷൻ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് എ വെക്ടർ ബൈ സ്കെയിലർ. ഒരു സ്കെയിലർ n എന്ന് പറയുന്ന ഒരു സ്കെയിലർ. The product of vector A with a scalar n will also be a vector of magnitude na. അതേപോലെ തന്നെ എന്താണ്? ഡിവിഷൻ ഓഫ് എ വെക്ടർ ബൈ എ സ്കെയിലർ can be defined using by the laws of multiplication as vector A by n is equal to 1 by n into a vector A provided n not is equal to 0. Then dot product and cross product ഓർമ്മ കാണുമല്ലോ. ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും എന്തായിരുന്നു? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്തായിരുന്നു? എ ബി കോസ് തീറ്റ. പിന്നെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരുന്നു? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി സൈൻ തീറ്റ. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ്, രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഗൈൻ എ സ്കെയിലർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രോഡക്റ്റ് ബി ആൻഡ് കൊസൈൻ ടൈംസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്. അതായത് ആ രണ്ട് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ, അതിന്റെ കൊസൈൻ. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത്? വെക്ടർ എ
ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി. സിമിലർലി ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ. എ ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ magnitude is the product of magnitude A, vector A, magnitude of vector B and sine of the angle between these vectors. Okay. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വെക്ടേഴ്സ് ഗിവിംഗ് പൊസിഷൻ ഓഫ് എ പോയിന്റ് റിലേറ്റീവ് ടു എ ഫിക്സഡ് പോയിന്റ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. ഇവിടെ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഒറിജിൻ. മനസ്സിലായില്ലേ? പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ ഗിവിംഗ് പൊസിഷൻ ഓഫ് എ പോയിന്റ്. ഒരു പോയിന്റിന്റെ പൊസിഷൻ, അതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ആർ വെക്ടർ ഗിവിംഗ് പൊസിഷൻ ഓഫ് എ പോയിന്റ് റിലേറ്റീവ് ടു ദി ഫിക്സഡ് പോയിന്റ്. ദാറ്റ് ഈസ് ദ ഒറിജിൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ. ദെൻ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് എ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് ആസ് യൂണിറ്റി, ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് വെക്ടർ ഓൾജിബ്ര എന്തൊക്കെയായിരുന്നു? സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി, എക്സാമ്പിൾസ്, എങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്, ഗ്രാഫിക്കലി ഒരു വെക്ടർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് സെൻസ്. മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് സെൻസ്. ഓക്കെ, പിന്നെ വെക്ടറിന്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടറിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, പിന്നെ വാട്ട് അബൌട്ട് ഈ വെക്ടർ അഡീഷൻ, പിന്നെ വെക്ടർ സബ്ട്രാക്ഷൻ, then multiplication and division of a vector by a scalar. ഇവിടെ n എന്ന് പറയുന്ന ഒരു സ്കെയിലാർ വെച്ചിട്ട് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുന്നത് വെക്ടറിനെ. പിന്നെ ദ ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി ഈസ് വെക്ടർ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. Then position vector means are the vector giving position of a point relative to a fixed point. Then unit vector means a vector with a magnitude as unity, that is known as unit vector. Then next is the system of units. നമ്മുടെ മെക്കാനിക്സിൽ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിലും, എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടേഷൻസിൽ നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിലും സം ആർബിറ്റററി ബട്ട് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ആർ യൂസ്ഡ്. അതായത് ഇന്റർനാഷണലി, നമ്മൾ ഇവിടെ മാത്രമല്ലല്ലോ, ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പം മെക്കാനിക്സിൽ ലെങ്ത്, മാസ്, ടൈം, അതായത് LMT ആർ ദി ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഇതിനെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. ലെങ്ത്, മാസ്, ടൈം, LMT അല്ലെങ്കിൽ MLT എന്ന് പറയും. MLT മാസ്, ലെങ്ത്, ടൈം, ഇതിനെ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത് ഓർത്തിരിക്കണേ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ദെൻ യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ്, ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ദീസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അതിനെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ 2 യൂണിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ട്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? MLT എന്ന് ഓർത്തിരിക്കുക. MLT മാസ്, ലെങ്ത്, ടൈം. ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഈസ് കോൾഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതായത് വെലോസിറ്റിയുടെ യൂണിറ്റ്, ആക്സിലറേഷന്റെ യൂണിറ്റ്, എക്സെട്ര. പിന്നെ മെയിനായിട്ട് നമ്മൾ 4 തരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്. CGS സിസ്റ്റം ഉണ്ട്, MKS സിസ്റ്റം ഉണ്ട്, FPS സിസ്റ്റം ഉണ്ട്, SI സിസ്റ്റം ഉണ്ട്. ഓക്കെ, CGS എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? MLT ലെങ്ത്, മാസ്, ലെങ്ത്, ടൈം ആർ ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഇൻ മെക്കാനിക്സ്. അപ്പം CGS സിസ്റ്റത്തിൽ ലെങ്ത് സെന്റിമീറ്ററിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, മാസ് ഗ്രാമിലായിരിക്കും, ടൈം സെക്കൻഡ്സിലായിരിക്കും. അതുകൊണ്ടാണ് CGS സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്സ്, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്സ്. ഈ CGS സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആയിരിക്കും. DYNE, ഡൈൻ. ഇത് ഓർത്തിരിക്കുക, ഡൈൻ, അല്ലെങ്കിൽ ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ സെക്കൻഡ് ഈസ് ദ MKS സിസ്റ്റം. MKS സിസ്റ്റം എന്ന് പറഞ്ഞാൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്ന് പറയും. അഗെയിൻ ലെങ്ത് നമ്മൾ മീറ്ററിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്, മാസ് കിലോഗ്രാമിലായിരിക്കും, ടൈം എന്തിലായിരിക്കും? ടൈം സെക്കൻഡ്സിലായിരിക്കും. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഫോഴ്സ് ആയിരിക്കും. KGF എന്ന് പറയും. KGF കിലോഗ്രാം ഫോഴ്സ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഫോഴ്സിന്റെ യൂണിറ്റ്. ദെൻ മൂന്നാമത്തെ സിസ്റ്റമാണ് FPS സിസ്റ്റം. ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്. FPS ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്. സോ ഇവിടെ നമ്മൾ ലെങ്ത് നമ്മൾ ഫുട്ടിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്,
മാസ് നമ്മൾ പൗണ്ടിലായിരിക്കും, ടൈം നമ്മൾ സെക്കൻഡ്സിലായിരിക്കും. ഇവിടെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൗണ്ട് ഫോഴ്സ് ആയിരിക്കും. LBF പൗണ്ട് ഫോഴ്സ് എന്ന് പറയും, പൗണ്ട് ഫുട്ട് പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ നെക്സ്റ്റ് ഈസ് ദി SI സിസ്റ്റം. SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും. ദിസ് ഈസ് ദി മോഡേൺ ഫോം ഓഫ് ദി മെട്രിക് സിസ്റ്റം. ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സിസ്റ്റം ഇൻ ദ വേൾഡ്. അതായത് നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഈ പേര് ഓർത്തിരിക്കുക, SI സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ. SI സിസ്റ്റത്തിൽ അഗെയിൻ ലെങ്ത് നമ്മൾ മീറ്ററിലായിരിക്കും, ദെൻ മാസ് കിലോഗ്രാമിലായിരിക്കും, ടൈം സെക്കൻഡ്സിലായിരിക്കും. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണിലായിരിക്കും, which is represented as Newton. Okay, so this is the basic difference between SI system and MKS system. അതായത് SI സിസ്റ്റവും MKS സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. MKS സിസ്റ്റത്തിലും നമ്മൾ ലെങ്ത് മീറ്ററിലാണ്, മാസ് കിലോഗ്രാമിലാണ്, ടൈം സെക്കൻഡ്സിലാണ്. പക്ഷേ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് കിലോഗ്രാം ഫോഴ്സ് ആണ്, കിലോഗ്രാം ഫോഴ്സ്. പക്ഷെ SI സിസ്റ്റത്തിൽ എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ SI സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. ഇനി യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ MKS, SI ആൻഡ് CGS സിസ്റ്റം ആർ കണക്റ്റഡ് അസ്. അതായത് ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്? 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 9.81 ന്യൂട്ടൺ ആയിരിക്കും. 1 കിലോഗ്രാം ഫോഴ്സ് ഈസ് ഈക്വൽ ടു 9.81 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 9.81 ഇൻറ്റു 10⁵ ഡൈൻ എന്ന് പറയും. പിന്നെ ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുക. നമ്മൾ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ പ്രോബ്ലം, പക്ഷേ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു പോവാം, അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ലെങ്ത്, ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? ലെങ്ത്, ഏരിയ, വോളിയം, mass, weight, time, velocity, acceleration, angular velocity, angular acceleration, density, force, work, energy, power, pressure, etc. അതിന്റെ യൂണിറ്റ്, ലെങ്തിന്റെ യൂണിറ്റ് എന്തോ? മീറ്റർ. SI യൂണിറ്റ് ആണ്, SI യൂണിറ്റ്സ് ആണ് ഇതെല്ലാം. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് സിസ്റ്റം, SI സിസ്റ്റം. അതിലെ ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ മീറ്റർ, മീറ്റർ സ്ക്വയർ. വോളിയത്തിന്റെ എന്തുവാ? ക്യൂബിക് മീറ്റർ, മീറ്റർ ക്യൂബ്. മാസ് കിലോഗ്രാം, വെയിറ്റ് ന്യൂട്ടൺ, ടൈം സെക്കൻഡ്സ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ആംഗുലർ വെലോസിറ്റി റേഡിയൻസ് പെർ സെക്കൻഡ്, ആംഗുലർ ആക്സിലറേഷൻ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ, ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഫോഴ്സ് ന്യൂട്ടൺ, വർക്ക് ന്യൂട്ടൺ മീറ്റർ ഓർ ജൂൾ, energy Newton meter or joule, power Newton meter per second or watt, pressure Newton per meter square. Okay, so that is the system of units. Is clear ayo? System of units clear ayo? Judith, Adona? Okay. അപ്പം ഇതത്ര ഓർത്തിരിക്കുക. CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം ആൻഡ് SI സിസ്റ്റം. അത് വളരെ അതിൽ SI സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം, നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം. സോ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ SI സിസ്റ്റം ആൻഡ് MKS സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതേസമയം MKSൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ഫോഴ്സ് ആണ്. 1 കിലോഗ്രാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു 9.81 ന്യൂട്ടൺ. ഇത് ഓർത്തിരിക്കുക. അത് ഡൈനിലോട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും? ഇൻറ്റു 10⁵ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 9.81 ഇൻറ്റു 10⁵ ഡൈൻ. ഡൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡൈൻ എന്ന് പറഞ്ഞാൽ CGS സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ സിസ്റ്റം ഇൻ CGS സിസ്റ്റം ഈസ് നോൺ ആസ് ഡൈൻ. ഓക്കെ, ദെൻ ഫോഴ്സ്. ഓക്കെ, വീണ്ടും നമ്മൾ ഫോഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡിയിൽ, ഒരു റിജിഡ് ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അപ്പം നമ്മൾ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് സിസ്റ്റംസ്, നമ്മൾ ഇനി പ്രോബ്ലത്തിലോട്ട് കയറാൻ പോവാം. അപ്പൊ ഫോഴ്സ് എന്താണെന്ന് അറിയാമല്ലോ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഏജന്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഓഫ് എ ബോഡി. ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി വിച്ച് പോസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഒരു ഫോഴ്സിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഫോഴ്സിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി അല്ലെങ്കിൽ മോഷനിലിരിക്കുന്ന ഒരു ബോഡി, it may bring a change in the motion of the body. That is, if the body at rest, the force may bring motion to it. അതല്ല, if the body is already in motion, already മോഷനിലിരിക്കുന്ന ഒരു ബോഡിയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതിലോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്നുകിൽ ആക്സിലറേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ സംഭവിക്കും. ഓക്കെ, അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ
റെസ്റ്റിലിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പം കമ്പ്യൂട്ടറിന്റെ മൗസ് ഇരിപ്പുണ്ട്. അപ്പൊ ആ മൗസിലോട്ട് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിലോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു മോഷൻ സംഭവിക്കും. അതേപോലെ തന്നെ മോഷനിലിരിക്കുന്ന ഒരു ബോഡിക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും, ഐദർ ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. അപ്പൊ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സുകളെ എല്ലാം എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ പ്രോബ്ലം ആണ്. So it may balance the forces already acting on the body, thus bringing the body to a state of rest or in equilibrium. അതായത് നമ്മൾ ഈ ഫോഴ്സുകളെല്ലാം എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അതിന് എന്നിട്ട് ആ ബോഡിയെ നമ്മൾ ചെയ്യണം, ഒന്നുകിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലോട്ട് എത്തിക്കണം. ദാറ്റ് ഈസ് ദ സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫോഴ്സ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ്. 4 പാരാമീറ്റർ ഉണ്ട് ഫോഴ്സിന്. എന്തൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, സെൻസ് അല്ലെങ്കിൽ നേച്ചർ, എന്താണ്? പുഷ് ആണോ പുള്ളാണോ, ദെൻ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ വിത്ത് ദിസ് ആംഗിൾ, ദെൻ ആരോ ഹെഡ്. ഈ ആരോ ഹെഡ് എന്താണ്? ദിസ് ആരോ ഹെഡ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ ഫോഴ്സ് ആക്ട്സ് ഔട്ട്വേർഡ്സ് ഫ്രം ദ പാർട്ടിക്കിൾ, അതായത് പുഷ് ആണോ പുള്ളാണോ എക്സെട്ര. പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പോയിന്റിലാണോ നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് ദി പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതാ ഇവിടെ ഫിഗർ 1.10A ആൻഡ് 1.10B കാണുന്നുണ്ടല്ലോ ഈ ഒരു ഇമേജ്. ഇതിൽ നോക്കിയേ, ഇതിൽ എഫ് എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ പിക്ചറിലെ എഫ് എന്ന് പറയുന്നത് എന്താണ്? പുഷ് ആണോ പുള്ളാണോ? പറയാമോ? അറിയാമല്ലോ, എന്തായിരിക്കും? പുള്ളാണ്. Then figure in 1.10B, the arrowhead is pointing towards the particle. That is, its nature is push, compressive ആണ്. അതായത് ഈ ആദ്യത്തെ കേസിൽ ഇത് ടെൻസൈൽ ആണ്, ടെൻസൈൽ ഫോഴ്സ് ആണ്. ഇത് രണ്ടാമത്തെ കേസിൽ എന്താണ്? ദിസ് ഈസ് ദി കംപ്രസീവ് ഫോഴ്സ്. സോ ദിസ് ഈസ് ദ ടെൻസൈൽ ഫോഴ്സ് ആൻഡ് ദിസ് ഈസ് ദി കംപ്രസീവ് ഫോഴ്സ്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോഴ്സ് സിസ്റ്റംസ്. ഫോഴ്സ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ. കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം ഉണ്ട്, നോൺ കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം ഉണ്ട്. എന്താണ് കോപ്ലനാർ പറഞ്ഞു കഴിഞ്ഞാൽ? കോപ്ലനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എല്ലാം, ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 3 ഫോഴ്സ് ഉണ്ട്. F1 ഉണ്ട്, F2 ഉണ്ട്, F3 ഉണ്ട്. ഈ 3 ഫോഴ്സും എന്താണ്? ഒരൊറ്റ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരൊറ്റ പ്ലെയിനിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയും. വെൻ എ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് സൈമിൾട്ടേനിയസ്ലി ഓൺ എ ബോഡി, ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫോഴ്സ് സിസ്റ്റം. അതായത് ഒരു ബോഡിയിൽ കുറെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനെ ഇപ്പൊ നോക്കിയ F1, F2, F3 3 ഫോഴ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോഴ്സ് സിസ്റ്റംസ്. അപ്പൊ ഈ കോപ്ലനാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സുകളെല്ലാം ഒരൊറ്റ പ്ലെയിനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടെ PQRS എന്ന് പറയുന്ന ഒരൊറ്റ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത്. ദെൻ ദിസ് സിസ്റ്റം ഈസ് കോൾഡ് കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, ഈ ഫിഗറിൽ F1, F2, F3 എന്ന് പറയുന്ന എല്ലാം എന്താണ്? കോപ്ലനാർ ഫോഴ്സ് ആണ്. കാരണം എന്താണ്? ഇത് PQRS എന്ന് പറയുന്ന ഈ ഒരൊറ്റ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ കോപ്ലനാർ കൊളീനിയർ എന്ന് പറഞ്ഞൊരു, അതായത് കോപ്ലനാർ കൊളീനിയർ ഉണ്ട്, കോപ്ലനാർ കൺകറന്റ് ഉണ്ട്, കോപ്ലനാർ നോൺ കൺകറന്റ് ഉണ്ട്, കോപ്ലനാർ പാരലൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കോപ്ലനാർ കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ഏറ്റവും താഴെ ഇമേജ് കാണുന്നുണ്ടോ? കോപ്ലനാർ കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും. ഇവിടെ കാണുന്നുണ്ടോ? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ പിക്ചർ കാണുന്നുണ്ടല്ലോ? അടോണ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ലെഫ്റ്റിൽ കാണാം കോപ്ലനാർ കൊളീനിയർ. സോ കോപ്ലനാർ കൊളീനിയർ എന്ന് പറഞ്ഞാൽ F1, F2 എന്ന് പറയുന്ന ഫോഴ്സ് കണ്ടോ? ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. കണ്ടോ? ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണെന്ന് മാത്രമല്ല, ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? റൈറ്റ് സൈഡിലോട്ടാ. കണ്ടോ? F1ഉം റൈറ്റ് സൈഡിലോട്ടാണ്, F2ഉം റൈറ്റ് സൈഡിലോട്ടാണ്. ഓക്കെ, സോ അതിനെ നമ്മൾ കോപ്ലനാർ കൊളീനിയർ ഫോഴ്സ് എന്ന് പറയും. ലൈക്ക് കൊളീനിയർ ഫോഴ്സ് എന്ന് പറയും. കോപ്ലനാർ ആണ്, കൊളീനിയർ ആണ്, ലൈക്ക് ആണ്. ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? F1, F2 എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലാണ്. അതേസമയം ഇവിടെ നോക്കി F3, F4 ഇത് കോപ്ലനാർ ആണ്, കൊളീനിയർ ആണ്, പക്ഷെ ഇത് അൺലൈക്ക് ആണ്. അൺലൈക്ക് കൊളീനിയർ ഫോഴ്സ് ആണ്. അൺലൈക്ക് കൊളീനിയർ ഫോഴ്സ് കാരണം എന്താണ്? F3 എന്ന് പറയുന്നത് F3യുടെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടാണ്, F4ന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലോട്ടാണ്. ഓക്കെ, സോ ഈ F1, F2 എന്ന് പറയുന്ന ലൈക്ക് കോപ്ലനാർ കൊളീനിയർ ആണ്. F3, F4 എന്ന് പറയുന്ന അൺലൈക്ക് കോപ്ലനാർ കൊളീനിയർ ഫോഴ്സ് ആണ്.
ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോണം ഈ കാര്യം. കോപ്ലനാർ, കൊളീനിയർ, ലൈക്ക്, അൺലൈക്ക്. നെക്സ്റ്റ് ഈസ് ദി കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്. കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി രണ്ടാമത്തെ ഇമേജ് നോക്കുക. രണ്ടാമത്തെ ഇമേജ് F1, F2, F3 ഈ 3 ഫോഴ്സസ് ഒരു സിംഗിൾ പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. അതേസമയം ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നോക്കിയേ. ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എവിടെ മീറ്റ് ചെയ്യുന്നു? ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? F1ന്റെയും F2ന്റെയും F3യുടെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇത് കോപ്ലനാർ ആണ്. കോപ്ലനാർ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിലാണ്, അതേസമയം കൺകറന്റുമാണ്. കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ടിങ് അറ്റ് എ കോമൺ പോയിന്റ്. That is called a coplanar concurrent force. So here this F1, F2 and F3 are called coplanar concurrent force. കണ്ടല്ലോ. ആൻഡ് ഈ പോയിന്റിനെ, ഈ O എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കൺകറൻസി. This point O is called point of concurrency. Then next is the coplanar non-concurrent. അപ്പം കോപ്ലനാർ കൺകറന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ കോപ്ലനാർ നോൺ കൺകറന്റ് എന്തായിരിക്കും? ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ത് ചെയ്യത്തില്ല? ഒരേ പ്ലെയിനിലായിരിക്കും, സിംഗിൾ പ്ലെയിനിലായിരിക്കും, പക്ഷെ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ത് ചെയ്യത്തില്ല? ഒരു സിംഗിൾ പോയിന്റിൽ കൂടെ പാസ് ചെയ്യത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കോപ്ലനാർ നോൺ കൺകറന്റ്. Then next is the coplanar parallel forces. Again ഇതൊരു പ്ലെയിനിലാണ്. ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലെയിനിലാണ്. Forces lying on a single plane with parallel to each other. And if the parallel forces, ഇവിടെ നോക്കിയേ, F1, F2, F3, F4 കാണാം. ഇതൊരൊറ്റ പ്ലെയിനിലാണ്. So these forces are called coplanar forces. Okay, അതേസമയം ഇത് പാരലലാണ്. So that's why it is called coplanar parallel forces. Okay, അതിൽ തന്നെ ഈ ആദ്യത്തെ F1, F2 എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് പാരലൽ ഫോഴ്സ് ആണ്. ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷനിലാണ്. അതേസമയം F3 എങ്ങോട്ടാണ്? F3 അപ്വേർഡ് ഡയറക്ഷൻ ആണ്, F4 ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് അൺലൈക്ക് പാരലൽ. കോപ്ലനാർ അൺലൈക്ക് ആണ്. കോപ്ലനാർ അൺലൈക്ക് പാരലൽ ഫോഴ്സസ് where F1, F2 is called കോപ്ലനാർ ലൈക്ക് പാരലൽ ഫോഴ്സസ്. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കോപ്ലനാർ മനസ്സിലായോ? അഡോണ, കോപ്ലനാർ കൊളീനിയർ, കോപ്ലനാർ കൺകറന്റ്, കോപ്ലനാർ നോൺ കൺകറന്റ്, കോപ്ലനാർ പാരലൽ, ലൈക്ക്, അൺലൈക്ക് ഒക്കെ പിടികിട്ടിയോ? അടുത്ത നെക്സ്റ്റ് ഈസ് ദ നോൺ കോപ്ലനാർ. നോൺ കോപ്ലനാർ അപ്പൊ എന്തായിരിക്കും? ഒരേ പ്ലെയിനിൽ ആയിരിക്കത്തില്ല. ഓക്കെ, if the lines of action of the forces do not lie in one plane, that force system is known as non-coplanar force system. അതിനെയാണ് നമ്മൾ നോൺ കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. According to the orientation of the lines of action of forces, non-coplanar forces are subdivided into non-coplanar concurrent forces. Again, ഇത് കണ്ടോ, ഈ 1.13 ഫസ്റ്റ് ഫിഗർ കണ്ടോ? ഇത് നോൺ കോപ്ലൈനാർ ആണ്. നോൺ കോപ്ലൈനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേ പ്ലെയിനിലല്ല, ഡിഫറെന്റ് പ്ലെയിനിലാണ്. കണ്ടോ, F2, F1, F2, F3 എന്ന് പറയുന്ന ഡിഫറെന്റ് പ്ലെയിനിലാണ്. പക്ഷേ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യും. സോ ദാറ്റ്സ് വൈ ദാറ്റ് ഈസ് കോൾഡ് നോൺ കോപ്ലനാർ കൺകറന്റ്. നോൺ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് മീൻസ് ഫോഴ്സസ് ഡിഡ് നോട്ട് ലൈ ഇൻ എ സിംഗിൾ പ്ലെയിൻ ബട്ട് ദെയർ ലൈൻസ് ഓഫ് ആക്ഷൻ പാസ് ത്രൂ എ സിംഗിൾ പോയിന്റ്. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു സിംഗിൾ പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. That is called a non-coplanar concurrent force. Then next is the non-coplanar non-concurrent force. Non-coplanar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്ലെയിനിൽ ആയിരിക്കത്തില്ല. Forces do not lie in a single plane and their lines of action do not meet at a common point. അതിന്റെ ലൈൻ ഓഫ് ആക്ഷനും ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യത്തില്ല. That is called ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ കൺകറന്റ് എന്ന് പറയും. മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ നോൺ കൺകറന്റ് എന്ന് പറയും. നോൺ കൺകറന്റ്. നോൺ കോപ്ലനാർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സിംഗിൾ പ്ലെയിനിലായിരിക്കത്തില്ല, ഡിഫറെന്റ് പ്ലെയിനിലായിരിക്കും. ദെൻ മൂന്നാമത്തേത് നോൺ കോപ്ലനാർ പാരലൽ ഫോഴ്സസ്. ദി നോൺ കോപ്ലനാർ പാരലൽ ഫോഴ്സസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പ്ലെയിനിലായിരിക്കത്തില്ല, പക്ഷെ എന്തായിരിക്കും? പാരലൽ ടു ഈച്ച് അതർ. ഈ ഫോഴ്സസ് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അഗെയിൻ അതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ലൈക്ക് പാരലൽ ഫോഴ്സും ഉണ്ട്, അൺലൈക്ക് പാരലൽ ഫോഴ്സും ഉണ്ട്. ഇവിടെ F1, F2 എന്ന് പറയുന്നത് എന്താണ്? നോൺ കോപ്ലനാർ ലൈക്ക് പാരലൽ ഫോഴ്സസ് ആണ്. whereas this F3 and F4 are called unlike parallel force. Unlike parallel force എന്ന് പറഞ്ഞാൽ F3 will be in the upward direction and F4 will be in the downward direction. So these are the basics
ബേസിക്സ് ഓഫ് അതായത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ സം ബേസിക്സ് ആണ് ഞാൻ. ഇത്രയും ക്ലിയർ ആണോ? ജൂഡിത്ത് ഇത്രയും ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് ദി നമ്മൾ അടുത്ത ഇതിലോട്ട് കയറുകയാണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ട് കയറുകയാണ്. സിസ്റ്റം ഓഫ് കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്. അതായത് കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ് എന്നുള്ള സിസ്റ്റത്തിലോട്ട് കയറുകയാണ്. എന്താണ് കോപ്ലനാർ എന്ന് പറഞ്ഞാൽ? കോപ്ലനാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു. കോപ്ലനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം. കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സുകളെല്ലാം ഒരൊറ്റ സിംഗിൾ പ്ലെയിനിലായിരിക്കും. അതിനെയാണ് ഇഫ് ഓൾ ദ ഫോഴ്സസ് ഇൻ എ ഫോഴ്സ് സിസ്റ്റം ലൈ ഓൺ എ സിംഗിൾ പ്ലെയിൻ, ഒരു ഒറ്റ സിംഗിൾ പ്ലെയിനിലാണ് ഫോഴ്സസ് എല്ലാം ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കോപ്ലനാർ എന്ന് പറയുന്നത്. കോപ്ലനാർ കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു പ്ലെയിനിലാണെന്ന് മാത്രമല്ല, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ത് ചെയ്യുന്നു? ദിസ് ലൈൻ ഓഫ് ആക്ഷൻ വിൽ മീറ്റ് എ കോമൺ പോയിന്റ്. ആ പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കൺകറൻസി. ദിസ് പോയിന്റ് ഒ എന്ന് പറയുന്ന ഈ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയുന്നത്. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇന്റർസെക്ട്സ് അറ്റ് എ കോമൺ പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കൺകറൻസി. അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. എന്താണ്? കോപ്ലനാർ ഒരേ പ്ലെയിനില് സിസ്റ്റം ഓഫ് കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്. Coplanar means same plane. Concurrent means the line of action will meet at a common point, that is called a point of concurrency. So in a coplanar force system, all the forces lie in the same plane. ഒരേ പ്ലെയിനിലായിരിക്കും. When these forces pass through a single point, ഒരു സിംഗിൾ പോയിന്റ് കൂടെ പാസ് ചെയ്യും, they constitute a coplanar concurrent force system. അതിനെയാണ് coplanar concurrent force system എന്ന് പറയുന്നത്. In mechanics, for the analysis of bodies, every body is considered as a particle. നമ്മൾ ഈ മെക്കാനിക്സിൽ ബോഡീസ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എവറി ബോഡിയെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ആസ് എ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർ ഇറ്റ്സ് മാസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. അതിന്റെ മാസ് ഒരു സിംഗിൾ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ മെക്കാനിക്സ്, ഫോർ ദി അനാലിസിസ് ഓഫ് ബോഡീസ്, every body is considered as a particle where its mass is assumed to be concentrated at a point. Thus, a particle is always subjected to a coplanar concurrent force system only. And this chapter, this module 1 deals with the resultant and equilibrium of coplanar concurrent forces. So, നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്താണ്? റിസൾട്ടന്റ് ഫോഴ്സ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, റിസൾട്ടന്റ് ഫോഴ്സ്. ബോറടിക്കുന്നുണ്ടോ അഡോണ, ജൂഡിത്ത്? ബോറടിക്കുന്നുണ്ടെ പറയണേ കേട്ടോ. അഡോണ ചായ കുടിച്ചോ? ഓക്കെ, ശരി. So consider a resultant force. Consider a number of forces are simultaneously acting on a particle. ഇതൊരു പാർട്ടിക്കിൾ ആണ്, കണ്ടോ. അപ്പൊ പാർട്ടിക്കിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെക്കാനിക്സിൽ ബോഡീസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി എവറി ബോഡി ഈസ് കൺസിഡർഡ് ആസ് എ പാർട്ടിക്കിൾ. അതിന്റെ പ്രത്യേകത എന്താണ്? മാസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. അപ്പൊ ഇതൊരു പാർട്ടിക്കിൾ ആണ്. കൺസിഡർ എ നമ്പർ ഓഫ് ഫോഴ്സസ് സൈമിൾട്ടേനിയസ്ലി ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ. ഈ ഫിഗർ 2.1 കണ്ടേ, അതില് P1, P2, P3 കണ്ടോ, 3 ഫോഴ്സസ് സൈമിൾട്ടേനിയസ്ലി ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. ഇഫ് ദീസ് ഫോഴ്സസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ, അതായത് ഇപ്പൊ ഈ 3 ഫോഴ്സ് P1, P2, P3 എന്ന് പറയുന്ന ഈ 3 ഫോഴ്സ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ ഈ ബോഡിക്ക് എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തോ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ 3 ഫോഴ്സിനെ ഞാൻ എന്ത് ചെയ്തു? റീപ്ലേസ്ഡ് വിത്ത് എ സിംഗിൾ ഫോഴ്സ്. അപ്പൊ അതിന് ദാറ്റ് ഈസ് റിസൾട്ടന്റ് ഫോഴ്സ്. അതായത് ഈ 3 ഫോഴ്സ് മൂലം ഈ സിസ്റ്റത്തിന് എന്ത് ചേഞ്ച് ആണോ അല്ലെങ്കിൽ എന്ത് എഫക്റ്റ് ആണോ ഉണ്ടാകുന്നത്, അതേ സെയിം എഫക്റ്റ് ആയിരിക്കും ഈ റിസൾട്ടന്റ്, ഈ ഒരൊറ്റ ഫോഴ്സ് വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്തപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിന് ഉണ്ടാകുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ദിസ് പോയിന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടെ പറയാം. കൺസിഡർ എ നമ്പർ ഓഫ് ഫോഴ്സസ് ആർ സൈമിൾട്ടേനിയസ്ലി ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ. If these forces can be replaced by a single force, അതായത് ഈ P1, P2, P3 നമ്മൾ റീപ്ലേസ് ചെയ്തു with a single force which can produce the same effect on the particle as produced by the given forces. അതായത് P1, P2, P3 മൂലം ഈ പാർട്ടിക്കിളിന് എന്ത് ചേഞ്ച് ആണോ ഉണ്ടായത്, അതേ സെയിം എഫക്റ്റ് ആയിരിക്കും ഈ R എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ. So then this single force is called a
റിസൾട്ടന്റ് ഫോഴ്സ്. ഇതിനെയാണ് നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സപ്പോസ് P1 P3, അതായത് ഈ എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് P1 P2 P3 എന്ന് പറഞ്ഞാൽ 3 ഫോഴ്സസ് ആണ്. ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ആസ് ഷോൺ ഇൻ ഫിഗർ പ്രൊഡ്യൂസ് സം എഫക്ട് ഓൺ ദ ബോഡി. A certain, for example, a certain displacement in a particular direction. അതായത് ഇതിൽ ഈ ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. If the same displacement is obtained by a single force R, then R is called resultant of the forces. അതായത് ഞാനൊരു R എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫോഴ്സ് വെച്ച് എന്ത് ചെയ്തു, അതിനെ റീപ്ലേസ് ചെയ്തു. അപ്പൊ എനിക്ക് അതേ സെയിം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ നമുക്ക് പറയാം എന്താണ്, R എന്ന് പറയുന്നത് ഈ 3 ഫോഴ്സിന്റെയും കൂടെ റിസൾട്ടന്റ് ആണെന്ന് പറയാം. സോ R is equal to, so vector R is equal to P1 plus P2 plus P3. Clear? Resultant. That is the resultant. Then next is the resultant of collinear force. Collinear എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ ഞാൻ കാണിച്ചായിരുന്നല്ലോ collinear, ഓർമ്മയുണ്ടല്ലോ എന്തായിരുന്നു collinear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, സെയിം ലൈൻ ആയിരിക്കും, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കും. കണ്ടോ, F1 F2 എന്ന് പറയുന്നത് ലൈക്ക് ആണ്, ലൈക്ക് കൊളീനിയർ ആണ്, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണ്. F3 F4 എന്ന് പറഞ്ഞാൽ എന്താണ്, അൺലൈക്ക് കൊളീനിയർ ആണ്. അപ്പൊ കൊളീനിയർ ഫോഴ്സില് റിസൾട്ടന്റ് ഓഫ് കൊളീനിയർ ഫോഴ്സ്. അപ്പൊ അഗൈൻ ഫിഗർ 2.2 നോക്കിയേ. ഫിഗർ 2.2 അഗൈൻ ദിസ് ഇസ് എ പാർട്ടിക്കിൾ ഓർ ദിസ് ഇസ് എ ബോഡി. അതില് F1 F2 F3, ഈ F1 F2 F3 ഈ 3 ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ്, കൊളീനിയർ ആണ്. കൊളീനിയർ ആണെന്ന് മാത്രമല്ല അത് ലൈക്ക് കൊളീനിയർ. ലൈക്ക് കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ ഡയറക്ഷനിലാണ്. സോ F1 F2 F3 എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷൻ ആണ്. സോ ദാറ്റ്സ് വൈ ദാറ്റ് ഈസ് കോൾഡ് ലൈക്ക് കൊളീനിയർ എന്ന് പറയും, ലൈക്ക് കൊളീനിയർ. F1 F2 F3 3 ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു, സെയിം ഡയറക്ഷൻ, ലൈക്ക് കൊളീനിയർ ആണ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ്, ഇതിന്റെ റിസൾട്ടന്റ് ഓഫ് കൊളീനിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ റിസൾട്ടന്റ് വിൽ ബി R is equal to F1 plus F2 plus F3 ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക. Magnitude of the resultant will be the sum of these forces. R is equal to F1. Resultant of this R is equal to F1 plus F2 plus F3. And the direction എങ്ങോട്ടായിരിക്കും, സെയിം as that of the given forces. അതായത് F1 F2 F3 എന്ന് പറയുന്നത് എങ്ങോട്ടാ, റൈറ്റ് ഡയറക്ഷനിലോട്ടാ മൂവ് ചെയ്യുന്നത്. സോ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, അങ്ങോട്ട്, അതേ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് വിൽ ബി സെയിം as that of the given forces. ഇനി ഫിഗർ 2.2 രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. ഇത് ലൈക്ക് കൊളീനിയർ ആണോ അൺലൈക്ക് കൊളീനിയർ ആണോ, അൺലൈക്ക് കൊളീനിയർ. കാരണം എന്താ, F1 റൈറ്റ് ഡയറക്ഷനിലോട്ടാണ്, F2 ലെഫ്റ്റ് ഡയറക്ഷനിലോട്ടാണ്. അതേസമയം F1 ഉം F3 ഒരേ ഡയറക്ഷനിലാണ്, F2 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഇഫ് ദ കൊളീനിയർ ഫോഴ്സസ് F1 F2 F3 ആർ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് അൺലൈക്ക് കൊളീനിയർ ഫോഴ്സ്. ഇതിനെ പറയുന്ന പേരാണ് അൺലൈക്ക് കൊളീനിയർ ഫോഴ്സ് എന്ന് പറയും. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ്, ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ റിസൾട്ടന്റ് R is equal to F1 ഉം F3 ഉം എങ്ങോട്ടാണ്, പോസിറ്റീവ് ആയിരിക്കും. F1 plus F3 മൈനസ് F2 എങ്ങോട്ടാണ്, F2 ഇങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ മൈനസ് F2. റിസൾട്ടന്റ് R is equal to F1 plus F3 minus F2. And the direction of the resultant will be according to the sign of its magnitude. അതായത് റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുന്നത്, നമ്മൾ ആ റിസൾട്ടന്റ് കിട്ടുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ആണോ മൈനസ് ആണോ, സൈൻ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ്, അത് വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ടന്റ് ഓഫ് ദി കൊളീനിയർ ഫോഴ്സ്. ഇത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ റിസൾട്ടന്റ് ഓഫ് കൊളീനിയർ ഫോഴ്സ്? അഡോണ ക്ലിയർ ആണോ? ജൂഡിത്ത്? ഓക്കെ. Then next is the next is the resultant of two concurrent forces. Okay, next is the, അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ, നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന ഈ പോയിന്റ് ഓർത്തിരിക്കുക. എന്താണ്, സിസ്റ്റം ഓഫ് കോപ്ലൈനാർ കൺകറന്റ് ഫോഴ്സസ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ, നമ്മുടെ മോഡ്യൂൾ. കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്. കോപ്ലനാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ പ്ലെയിനിലായിരിക്കും, ഫോഴ്സസ് ഒരേ പ്ലെയിനിലായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് കോപ്ലനാർ. കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഇതിന്റെ ഫോഴ്സസിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു സിംഗിൾ പോയിന്റ് കൂടെ പാസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കൺകറൻസി. ദാറ്റ് ഈസ് കോൾഡ് കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്. അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ റിസൾട്ടന്റ് ഓഫ് ടു കൺകറന്റ് ഫോഴ്സസ്. രണ്ട് കൺകറന്റ് ഫോഴ്സസിന്റെ
രണ്ട് കൺകറന്റ് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ രണ്ട് കൺകറന്റ് ഫോഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഒ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, ക്യൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ട്. കണ്ടോ, രണ്ടിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ എവിടെ മീറ്റ് ചെയ്യുന്നു? ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ്. കണ്ടോ, ദിസ് ഇസ് കോൾഡ് പോയിന്റ് ഓഫ് കൺകറൻസി. ദിസ് ഇസ് കോൾഡ് പോയിന്റ് ഓഫ് കൺകറൻസി. This point is called a point of concurrency. So consider two concurrent forces P and Q inclined at an angle theta. ഈ രണ്ട് ഫോഴ്സുകളുടെ ആംഗിൾ എത്രയാണ്? തീറ്റ ആണ്. ആക്ടിങ് ഓൺ എ പോയിന്റ് O. ഈ O എന്ന് പറയുന്ന പോയിന്റിനെ പറയുന്ന പേരെന്താണ്? പോയിന്റ് ഓഫ് കൺകറൻസി. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കൺകറൻസി. ലെറ്റ് ഒ എ, ഈ ഒ എ എന്ന് പറയുന്നത് റെപ്രസെന്റ് ഫോഴ്സ് P, അതായത് ഫോഴ്സ് P ആണ്. ആൻഡ് ഒ ബി റെപ്രസെന്റ്സ് ഫോഴ്സ് Q. ദെൻ അപ്ലൈയിങ് ദ പാരലോഗ്രാം ലോ. നമുക്കറിയാം, പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റ് ദ ഡയഗണൽ ഒ സി അറ്റ് ദി ഇന്റർസെക്ഷൻസ് ഓഫ് ഒ എ ആൻഡ് ഒ ബി റെപ്രസെന്റ്സ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. നമ്മൾ പാരലോഗ്രാം ലോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഡയഗണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ഒ സി വിൽ ബി ദി റിസൾട്ടന്റ്. ദിസ് ഒ സി വിൽ ബി ദി റിസൾട്ടന്റ്. By applying the parallelogram law of force, the diagonal OC at the intersections of OA and OB represents the resultant. അതാണ് ഈ R എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. റിസൾട്ടന്റ് ഫോഴ്സ് R ഓഫ് ഏതിന്റെ? ഈ P യുടെയും ഈ P യുടെയും Qന്റെയും റിസൾട്ടന്റ് ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകും. നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒരു കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിലെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. അതേപോലെ നമ്മൾ അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കണ്ടോ, അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ഒ സി എന്ന് പറയുന്ന റിസൾട്ടന്റ് ഈ ഹൊറിസോണ്ടലുമായിട്ട്, അതാണ് ആൽഫ എന്ന് പറയുന്നത്. ഈ ആൽഫ നമ്മൾ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തീറ്റ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടന്റ് ഈ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. അപ്പൊ നമ്മൾ ഈ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും വേണം, അതിന്റെ ഡയറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തും വേണം? ആൽഫ വേണം. ആൽഫയുടെ ഇക്വേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പൊ ഇതൊരു ഡെറിവേഷൻ ആണ്. അപ്പൊ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കണം. നോട്ട്ബുക്ക് എടുക്കാമോ? അഡോണ, ജൂഡിത്ത്, നോട്ട്ബുക്ക് എടുക്കാവോ? എടുക്കുക. ഹെഡിങ് എഴുതുക, റിസൾട്ടന്റ് ഓഫ് ടു കൺകറന്റ് ഫോഴ്സസ്. ഹെഡിങ് എഴുതുക. എന്നിട്ട് ഈ ഫിഗർ ഒന്ന് പെട്ടെന്ന് വരച്ചേ. ഡെറിവേഷൻ നമ്മുടെ സിലബസിലുണ്ടോ? ഡെറിവേഷൻ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് പുതിയ സ്കീമിൽ ഉണ്ടോന്ന് അറിയത്തില്ല. ഡെറിവേഷൻ വേണ്ടെങ്കിൽ വേണ്ട. ഡെറിവേഷൻ വേണ്ടായോ നിങ്ങൾക്ക്? ഈ കോളേജിൽ ഇതൊക്കെ പഠിപ്പിച്ചോ? റിസൾട്ടന്റ് ഇതൊക്കെ പഠിപ്പിച്ചോ? R is equal to Parallelogram law പഠിപ്പിച്ചു. ഈ ഇത് പഠിപ്പിച്ചോ? ഇക്വേഷൻ R is equal to root of p square plus. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ പഠിപ്പിച്ചില്ലേ? വേണ്ട. ഓക്കെ, എന്നാ വേണ്ട, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എഴുതിക്കോ. ഈ ഇക്വേഷൻ എഴുതിക്കോ, ഇത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ കോളേജിൽ ചോദിച്ചു അതിനനുസരിച്ച് നമുക്ക് പോവാം കേട്ടോ. നമ്മൾ വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത എടുക്കണ്ട കേട്ടോ. ഓക്കെ, ശരി. ഈ ഇക്വേഷൻ എഴുതിക്കോ. R is equal to root of p square plus q square plus 2pq cos theta. എഴുതിയോ? R is equal to, okay, then next is the alpha. Alpha is equal to tan inverse q sin theta divided by p plus q cos theta. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. വേർ ദിസ് R is called a resultant. എന്തിന്റെ റിസൾട്ടന്റ്? ടു കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, ഞാൻ ഈ പറയുന്ന ഈ വേർഡ്സ് ഓർത്തിരിക്കണം. ഞാൻ ഈ പറയുന്ന ചില വേർഡ്സുകൾ ടെക്നിക്കലായിട്ട് മെക്കാനിക്സിൽ ചില ടേംസ് ആണ്. അത് നമ്മളിപ്പോ ഈ പറഞ്ഞ കോപ്ലനാർ കൺകറന്റ്, അതായത് ഒരു കോപ്ലനാർ കൺകറന്റ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ്. അപ്പൊ ഇത് പി എന്നും ക്യൂ എന്നും പറയുന്ന ഈ ഫോഴ്സുകൾ ഒരേ പ്ലെയിനിലാണ്. ദാറ്റ് ഈസ് കോൾഡ് കോപ്ലനാർ. ആൻഡ് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരൊറ്റ പോയിന്റിൽ ഇന്റർസെക്ട്, ദാറ്റ് ഈസ് കോൾഡ് കൺകറന്റ്. സോ ദിസ് സിസ്റ്റം ഈസ് കോൾഡ് കോപ്ലനാർ കൺകറന്റ് സിസ്റ്റം. കോപ്ലനാർ കൺകറന്റ് സിസ്റ്റത്തിലെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്? R is equal to root of p square plus q square plus 2pq cos theta. ആ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ദെൻ
ദെൻ അതിന്റെ ആംഗിൾ നമുക്ക് ഡയറക്ഷൻ വേണം, ആ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ വേണം. അതിന് എന്താണ് ആൽഫ. ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. അപ്പൊ ഇവിടെ രണ്ട് ആംഗിൾ നിങ്ങൾക്ക് ആൽഫ എന്ന് പറഞ്ഞൊരു ആംഗിളും ഉണ്ട്, തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിളും ഉണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബുക്കിലോട്ട് വരച്ചിട്ടോ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. അതായത് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിയുടെയും ക്യൂവിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. പി എന്നും ക്യൂ എന്നും പറഞ്ഞാൽ എന്താണ്? പി എന്നും ക്യൂ എന്നും പറഞ്ഞാൽ ടു കൺകറന്റ് ഫോഴ്സസ് ആണ്. പി ആൻഡ് ക്യൂ ആർ കോൾഡ് ടു കൺകറന്റ് ഫോഴ്സസ്. ആ രണ്ട് കൺകറന്റ് ഫോഴ്സസിന് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. ഞാനത് പറഞ്ഞത് മനസ്സിലായോ അടോണ? ആൽഫയും തീറ്റയും ജൂഡിത്ത ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? തീറ്റയും ആൽഫയും, തീറ്റ ആൻഡ് ആൽഫ. ഓക്കെ. സോ ഇനി സ്പെഷ്യൽ കേസസ് ഉണ്ട്. സ്പെഷ്യൽ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0, അതായത് തീറ്റ 0 ആവുക, അതായത് ഈ ആംഗിൾ തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ പി ഓൾറെഡി റൈറ്റ് ഡയറക്ഷനിലോട്ടാണ്. തീറ്റ 0 ആകുമ്പോൾ ക്യൂ എന്ത് സംഭവിക്കും? ക്യൂവും എങ്ങോട്ടാണ്? ക്യൂവും റൈറ്റ് ഡയറക്ഷനിലോട്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പിയും ക്യൂവും എന്താവും? പി ആൻഡ് ക്യൂ ആർ ലൈക്ക് ആണ്, ലൈക്ക് ആൻഡ് കൊളീനിയർ. ലൈക്ക് കൊളീനിയർ എന്ന് പറയും. കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈൻ ആണ്, ഒരേ ലൈൻ. ലൈക്ക് കൊളീനിയർ. ലൈക്ക് എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷൻ ആണ്. സോ ലൈക്ക് കൊളീനിയർ. സോ ദെൻ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് റിസൾട്ടന്റ്? സോ ആർ ഈസ് ഈക്വൽ ടു ഇത് എഴുതുക, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos 0. തീറ്റയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് ദാറ്റ് ഈസ് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു പി പ്ലസ്. എഴുതിയോ അടോണ? എഴുതിയോ? ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ക്യൂ. എഴുതിയോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ 180 ഡിഗ്രി ആവുമ്പോൾ എന്ത് സംഭവിക്കും? സോ തീറ്റ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കൊളീനിയർ ആണ്, പക്ഷെ എന്താണ്? അൺലൈക്ക് ആണ്. അൺലൈക്ക് കൊളീനിയർ. ഓക്കെ. സോ എന്ത് സംഭവിക്കും? സോ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, പി ആൻഡ് ക്യൂ ആർ അൺലൈക്ക് കൊളീനിയർ. അതായത് പി റൈറ്റ് സൈഡിലോട്ടാണ്, അതേസമയം ക്യൂ ലെഫ്റ്റിലോട്ടാണ്. കൊളീനിയർ ആണ്, പക്ഷെ അൺലൈക്ക് ആണ്. സോ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ. എഴുതിയോ? തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എഴുതിയോ? എഴുതിയോ? ഓക്കെ. മൂന്നാമത്തേത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് ഈസ് പി ആൻഡ് ക്യൂ ആർ അറ്റ് റൈറ്റ് ആംഗിൾ. Then the resultant is equal to root of p square plus q square plus 2pq cos 90. Cos 90 എത്രയാ? 0. So that the equation is root of p square plus q square. So resultant is equal to root of p square plus q square. Okay. Then next is the beta. If beta is the angle of inclination of resultant with the line of action force q, അതായത് ബീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ. അതാ ഇവിടെ നോക്കിയേ ഈ പിക്ചറിൽ. ഇപ്പൊ ഞാൻ നേരത്തെ തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ പറഞ്ഞു. തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടന്റ് വിത്ത് ദി ഹൊറിസോണ്ടൽ. ദാറ്റ് ഈസ് കോൾഡ് ആൽഫ. ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഈ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് ഈസ് കോൾഡ് ആൽഫ. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടന്റ് ക്യൂവുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ബീറ്റ എന്ന് പറയുന്നത്. സോ അതിന്റെ ഇക്വേഷനോടെ നോട്ട് ചെയ്യുക ആണ് tan beta is equal to p sin theta divided by q plus p cos theta. Tan beta is equal to p sin theta divided by q plus cos theta. ഓക്കെ. കഴിഞ്ഞല്ലോ? ഇത്രയും കഴിഞ്ഞല്ലോ? എഴുതിയോ അടോണ? എഴുതിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റൻ ഒന്ന് പെട്ടെന്ന് ചെയ്തേ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ അടോണ? കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വായിക്കാമോ? എന്തുവാന്ന് ഒന്ന് വായിക്കാമോ? Two forces of equal magnitude P act at an angle 0 to each other. Determine the resultant of these forces.
If the resultant of two equal forces is equal to either of them, determine the angle between the forces. അപ്പൊ എന്ത് പറഞ്ഞു? ആംഗിൾ 0. പിന്നെ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആ, പിയും ക്യൂവും. ഓക്കെ, അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. രണ്ട് ഫോഴ്സ് ഉണ്ട്, രണ്ട് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് പി ആണ് അല്ലേ? ആ, ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 0. 0. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. അപ്പൊ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാമല്ലോ, എന്താണ്? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി p square സ്ക്വയർ plus q square പ്ലസ് 2pq cos തീറ്റ. ഓക്കെ, അപ്പൊ അതില് പിക്കും ക്യൂവിനും പകരം എന്ത് അപ്ലൈ ചെയ്യണം? ഒരു ക്വാണ്ടിറ്റി. അതായത് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് പി ആണ്. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പിക്കും ക്യൂവിനും ഒരേ സെയിം കൊടുക്കുക. നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ. അതില് പിക്കും ക്യൂവിനും നിങ്ങൾ പി തന്നെ കൊടുക്കും. കൊടുത്തോ? എവിടെ വരെ കിട്ടി? സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് കോസ് തീറ്റയ്ക്ക് ആദ്യമേ കോസ് 0 ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ലേ? ഏതാ? നമുക്ക് തീറ്റ 0 തന്നിട്ടില്ലേ, അപ്പം ആദ്യമേ കോസ് തീറ്റയ്ക്ക് 0 ഇട്ട് കൊടുത്തൂടെ? അത് 0 ആണ്, തീറ്റയാണോ? തീറ്റയാണ്, 0 അല്ല, സോറി, 0 അല്ല, തീറ്റയാണ്. 0 അല്ല, തീറ്റയാണ്. തീറ്റ 0 അല്ല, തീറ്റ. So resultant is equal to root of p square plus q square plus 2pq cos theta. അവിടുന്ന് നമ്മൾ പിക്കും ക്യൂവിനും നമ്മൾ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ പി സ്ക്വയർ പ്ലസ് 2p square cos തീറ്റ എന്ന് പറഞ്ഞു കിട്ടി. അവിടുന്ന് നമ്മൾ 2p square കോമൺ എടുത്തു. 2p square കോമൺ എടുത്ത് കഴിയുമ്പോൾ 2p square ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞു വരും. 1 പ്ലസ് കോസ് തീറ്റ. അപ്പൊ 1 പ്ലസ് കോസ് തീറ്റയാണ് അവർ എങ്ങനെ എഴുതിയേക്കുന്നത്? 2 cos square theta by 2 എന്ന് എഴുതിയേക്കുക. So that is equal to 4p square cos square theta by 2. Then അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 2p cos theta by 2. That is the resultant. Then രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത് റിസൾട്ടന്റ് ഓഫ് ദ ടു ഈക്വൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു either of them. The resultant of the two equal forces is equal to either of them. അങ്ങനെയാണെങ്കിൽ determine the angle between the forces. So resultant of the two equal forces, അതായത് രണ്ട് ഈക്വൽ ഫോഴ്സസിന്റെ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു either of them. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു പി, ഒന്നുകിൽ പി എന്ന് എഴുതാം അല്ലെങ്കിൽ ക്യൂ എന്ന് എഴുതാം. റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു പി അല്ലെങ്കിൽ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു ക്യൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം? സോ റിസൾട്ടന്റിന് നമ്മളിപ്പോ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ഫോഴ്സസ് എല്ലാത്തിനും പി എന്ന് കൊടുത്തു. പി സ്ക്വയർ പ്ലസ് 2p ഇൻറ്റു കോസ് തീറ്റ
So p square is equal to 2p square. Common എടുത്തു 1 plus cos theta. നേരത്തെ പോലെ തന്നെ 4p square into cos square theta by 2. Square root എടുത്തു. So p is equal to 2p cos theta by 2. Cos theta by 2 is equal to എന്ത് വരും 1 by 2 എന്ന് പറഞ്ഞു വരും. So theta by 2 is equal to cos inverse 1 by 2. So theta is equal to 120. Theta is equal to 60 into 2. That is 120 degree എന്ന് പറഞ്ഞു വരും. കിട്ടിയോ? sir. Okay. Then രണ്ടാമത്തെ question. The resultant of രണ്ടാമത്തെ question നോക്കിയേ. The resultant of two forces P and Q is acting at right angles to P. Obtain an expression for the angle between the forces P and Q. അതായത് രണ്ട് ഫോഴ്സ് എന്നും പറഞ്ഞ രണ്ട് ഫോഴ്സ് ഉണ്ട്. അത് ആക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു പി. ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഫോഴ്സസ് ആംഗിൾ ബിറ്റ്വീൻ ദി ഫോഴ്സസ് പി ആൻഡ് ക്യൂ. അപ്പൊ ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആൽഫ എന്താന്ന് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നേരത്തെ 3 ആംഗിളിനെ പറ്റി പറഞ്ഞായിരുന്നു. തീറ്റ, ആൽഫ, ബീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടന്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. അപ്പൊ ഇവിടെ റിസൾട്ടന്റ് ആക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു പി എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് റിസൾട്ടന്റ് പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ ഏത് ആംഗിളാ? തീറ്റ ആണോ, ആൽഫ ആണോ, ബീറ്റ ആണോ? ആൽഫയെ തന്നേക്കുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. മനസ്സിലായോ? ആൽഫയെ തന്നേക്കുന്നത് പിടികിട്ടിയോ? ആൽഫ അടോണ. So alpha is equal to 90 degree. Then tan alpha equation എഴുതുക. Tan alpha equation എന്തായിരുന്നു? Tan alpha is equal to q sin theta divided by p plus q cos theta. Tan alpha is equal to q sin theta divided by p plus q cos theta. So tan alpha is tan 90 degree. That is q sin theta divided by p plus q cos theta. So tan 90 എത്ര? tan 90 എത്രയാ? Not defined. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് q sin theta divided by p plus q cos theta is equal to infinity. അപ്പൊ ഇത് ഇൻഫിനിറ്റി, അതായത് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? ഡിനോമിനേറ്റർ 0 ആണെങ്കിലല്ലേ നമുക്ക് ഇൻഫിനിറ്റി കിട്ടത്തുള്ളൂ. അതായത് ന്യൂമറേറ്റർ ഡിവൈഡഡ്, യെസ്. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ, ദിസ് എക്സ്പ്രഷൻ ഈസ് ട്രൂ ഓൺലി വെൻ p plus q cos theta is equal to 0. അപ്പൊ നമ്മൾ p plus q cos theta is equal to 0 എന്ന് കൊടുക്കുക. അപ്പൊ അവിടുന്ന് നമുക്ക് cos theta is equal to minus p by q എന്ന് പറഞ്ഞു കിട്ടും. സോ theta is equal to cos inverse minus p by q. കിട്ടിയോ? അതെങ്ങനെ പി ബൈ ക്യൂ എങ്ങനെയാ വരുന്നത്? നമ്മൾ പി പ്ലസ് ക്യൂ കോസ് തീറ്റ മൊത്തം 0 ആയിട്ട് എടുക്കത്തില്ലേ? പിന്നെ ക്യൂ സൈൻ തീറ്റ അല്ലേ കൺസിഡർ ചെയ്യത്തുള്ളൂ? അല്ല, ഇവിടെ അതായത് ഇവിടെ q sin theta ഡിവൈഡഡ് ബൈ p plus q cos theta is equal to ഇൻഫിനിറ്റി എന്നാണ് ഇവിടെ വന്നേക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി വരണമെങ്കിൽ, അതായത് എപ്പോഴാണ് ഇൻഫിനിറ്റി വരുന്നത്? ഡിനോമിനേറ്റർ 0 ആവുമ്പോഴല്ലേ ഇൻഫിനിറ്റി വരത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷൻ, അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ എക്സ്പ്രഷൻ q sin theta ഡിവൈഡഡ് ബൈ p plus q cos theta is equal to infinity, ഈ എക്സ്പ്രഷൻ ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എന്താവണം? ഡിനോമിനേറ്റർ 0 ആയാലേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? So that's why p plus q cos theta is equal to 0. So 1 divided by 0 അല്ലേ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്? 1 divided by 0 അല്ലേ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്, അല്ലേ? So p plus q cos theta is equal to 0. അവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? തീറ്റ കണ്ടുപിടിച്ചു. കിട്ടിയോ ഇത്? ഓക്കെ, ദെൻ ലാസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? വായിക്കാവോ? വായിക്കാൻ പറ്റും. വായിക്കാവോ?
The greatest and least resultant of two forces acting on a body are 50 kilonewton and 10 kilonewton respectively. Determine the magnitude of the forces. അതായത് നമ്മൾ ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ഗ്രേറ്റസ്റ്റ് റിസൾട്ടന്റും ലീസ്റ്റ് റിസൾട്ടന്റും. The greatest and least resultant of two forces acting on a body are 50 kilonewton and 10 kilonewton respectively. അതായത് അതാ ഇവിടെ കൊടുത്തേക്കുന്നത് കണ്ടോ, ആർ മാക്സിമം ഗ്രേറ്റസ്റ്റ് റിസൾട്ടന്റ് 50 kilonewton ആൻഡ് ലീസ്റ്റ് റിസൾട്ടന്റ് അതായത് മിനിമം റിസൾട്ടന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 kilonewton. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ എഴുതി പി ആൻഡ് ക്യൂ ബി ദ ടു ഫോഴ്സസ് ആൻഡ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദം. അപ്പൊ നമ്മൾ ആ നേരത്തെ ആ ഫിഗർ വരച്ചു. ദെൻ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എഴുതുക. എന്താണ് റിസൾട്ടന്റ് ഇക്വേഷൻ? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos theta. So R max is equal to 50 kilonewton and R minimum is equal to 10 kilonewton. The resultant will be maximum. Resultant maximum ആവുന്ന എപ്പോഴായിരിക്കും? തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആവുമ്പോഴാണ്. തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആവുമ്പോഴാണ് നമ്മുടെ റിസൾട്ടന്റ് മാക്സിമം ആവുന്നത്. ശരിയല്ലേ? ശരിയാണോ? തീറ്റ ഇസ് ഈക്വൽ ടു 0 ആവുമ്പോഴല്ലേ റിസൾട്ടന്റ് മാക്സിമം. ഓക്കെ, സോ ആർ മാക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു? ഈ 50 kilonewton സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 50 ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. കിട്ടിയോ? ദെൻ അടുത്തത് എന്താണ്? അടുത്തത് റിസൾട്ടന്റ് മിനിമം ആവുന്ന എപ്പോഴാണ്? റിസൾട്ടന്റ് മിനിമം ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതാ, അതായത് തീറ്റ 180 ഡിഗ്രി ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിസൾട്ടന്റ് മിനിമം ആവുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മിനിമം, സോ മിനിമം 10 ഇസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. എന്താണ്? 50 ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും, 10 ഇസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ഇക്വേഷനോട് എന്ത് ചെയ്യുക? ഈ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് പിയുടെ വാല്യൂവും ക്യൂവിന്റെ വാല്യൂവും കിട്ടും. ചെയ്യാമോ? ചെയ്ത് നോക്കാവോ? ഞാൻ ഇതിന്റെ ഡോക്യുമെന്റ് അയച്ചു തരാം. ടെക്നിക്ക് എങ്ങനെ ചെയ്യുന്നത് പിടി കിട്ടിയോ? ഓക്കെ, ശരി. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് വായിക്കാവോ നാലാമത്തെ ക്വസ്റ്റ്യൻ? Sir. The magnitude of two forces is such that when acting at right angles provide a resultant force of root 20 and when acting at 60 degree produces a resultant equal to root 28. Find the magnitude of the two forces. അതായത് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടു ഫോഴ്സസ്. അതായത് റൈറ്റ് ആംഗിൾസിൽ, അതായത് രണ്ട് ഫോഴ്സസ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടു ഫോഴ്സസ് ഈസ് സച്ച് ദാറ്റ് വെൻ ആക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾസിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എത്രയാണ്? റൂട്ട് 20 ആണ്. 60 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എത്രയാണ്? റൂട്ട് 28 ആണ്. അങ്ങനെയാണ് എങ്കിൽ ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടു ഫോഴ്സസ്. മനസ്സിലായോ? അതായത് രണ്ട് ഫോഴ്സുകൾ റൈറ്റ് ആംഗിൾസിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 20 ആൻഡ് വെൻ ആക്ടിങ് അറ്റ് 60 ഡിഗ്രി റിസൾട്ടന്റ് ഈസ് റൂട്ട് 28. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടു ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പി ആൻഡ് ക്യൂ ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതി. റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എഴുതി. വാട്ട് ഈസ് ദ ഇക്വേഷൻ? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos theta. Then theta 90 ഡിഗ്രി ആകുമ്പോൾ വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ റിസൾട്ടന്റ് എത്രയാണ്? തീറ്റ റൈറ്റ് ആംഗിൾ ആകുമ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് റൂട്ട് 20. തീറ്റ 60 ഡിഗ്രി ആകുമ്പോൾ എത്രയാണ് റിസൾട്ടന്റ്? 28. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 20. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതാണ് ഈ ഇക്വേഷൻ നമ്പർ 1. കാണുന്നുണ്ടോ ജൂഡിത്തെ ഇക്വേഷൻ നമ്പർ 1? ജൂഡിത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അടോണ കാണുന്നുണ്ടോ? കാണാമല്ലോ അല്ലേ? ഓക്കെ, ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 28 ആണ്. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും. കണ്ടോ? രണ്ടാമത്തെ ഇക്വേഷൻ. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് ദെൻ
നമ്മൾ ഈ ഇക്വേഷൻ 2 - 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് P is equal to 8/Q എന്ന് പറഞ്ഞു കിട്ടും. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനെ നമ്മൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യും. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്യൂവിന്റെ വാല്യൂ കിട്ടും. ദെൻ ആ ക്യൂവിന്റെ വാല്യൂ എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതിന്റെ വാല്യൂ കിട്ടും? പിയുടെ വാല്യൂ കിട്ടും. മനസ്സിലായോ പറഞ്ഞേ? ഒന്ന് ചെയ്ത് നോക്കേ. ഇവിടെ ഭയങ്കര മഴ സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോയത്. ഞാൻ പറഞ്ഞ ഐഡിയ പിടി കിട്ടിയോ? മനസ്സിലായി. ഞാൻ പറഞ്ഞ ഐഡിയ പിടി കിട്ടിയോ? ഐഡിയ മനസ്സിലായി സർ. ഓക്കെ. അതായത് നമ്മൾ ആദ്യം റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എഴുതുക. R is equal to root of P square plus Q square plus 2PQ cos theta എഴുതുക. ദെൻ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിസൾട്ടന്റ് റൈറ്റ് ആംഗിൾ തീറ്റ is equal to 90 ഡിഗ്രി ആകുമ്പോൾ റിസൾട്ടന്റ് is equal to √20 ആണ്. തീറ്റ is equal to 60 ഡിഗ്രി ആകുമ്പോൾ റിസൾട്ടന്റ് √28 ആണ്. രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യുക. അതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് P ആൻഡ് Q. ഓക്കെ. സോ എന്തായാലും ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഡോക്യുമെന്റ് അയച്ചു തരാം. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, അടോണ റെക്കോർഡിംഗ് എനിക്ക് അയച്ചു തരണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.